ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വലിച്ചുണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ് ചക്ര മെഡിറ്റേഷൻ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേണമെങ്കിൽ ഇതൊരു പാരാസൈക്കോളജി സബ്ജക്റ്റ് എന്ന് പറയാം. പാരാസൈക്കോളജി സബ്ജക്റ്റ് എൻ്റെ ഭാഷ എന്നൊക്കെ ഉപയോഗിക്കാൻ കാരണം സാധാരണഗതിയിലെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ കൊണ്ടും ഒക്കെ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഒരു സാമാന്യ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുമെങ്കിലും ഒക്കെ സമർത്ഥിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ വെബിനാറുകളിൽ, നമ്മുടെ വിഷയങ്ങളിൽ സാധാരണഗതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് പാരാസൈക്കോളജി എന്നുള്ള ഒരു ലേബൽ എന്നുള്ള ഒരു കുടക്കീഴിൽ സാധാരണ വരുന്നത്. അതായത് ഈ പറഞ്ഞ പ്രമാണങ്ങൾ കൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ നിരത്തി സമർത്ഥിക്കാൻ സാധിക്കാത്ത ചില അറിവുകൾ. അപ്പോൾ പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ തെളിവുകൾ, സിദ്ധാന്തങ്ങളൊക്കെ നിരത്തി സമർത്ഥിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ വസ്തുതകൾ ഇല്ല എന്നുള്ളതല്ല അതിനർത്ഥം. ആ വസ്തുതകളെ നമ്മുടെ സാമാന്യ ബുദ്ധിയും യുക്തിയും കൊണ്ട്, അല്ലെങ്കിൽ സിദ്ധാന്തങ്ങളോ ഉപകരണങ്ങളോ കൊണ്ട് ഒരു പക്ഷേ തെളിയിക്കാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അവിടെ വസ്തുതകളില്ല എന്നുള്ളതോ അത് ഗുണപ്രദമല്ല എന്നുള്ളതോ അല്ല അതിനർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോണ്ട. പാരാസൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സാധാരണ ഞാൻ പറയാറുണ്ട്, ശാസ്ത്രം ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട ഉപകരണങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും കൂടുതൽ കൃത്യതയും ഒക്കെ കൈവരുമായിരിക്കും. അത്രത്തോളം കാലം ചില അനുഭവങ്ങൾ, ചില നിഗമനങ്ങൾ, അതുപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള ചില അറിവുകൾ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്രമാത്രം. ശരി, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ചക്ര മെഡിറ്റേഷൻ. ചക്ര മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം ചക്രാസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി പിന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള ചില തലങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു ധാരണ തീർച്ചയായിട്ടും വേണം. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യനായാലും ജീവനുള്ള ഏതൊന്നിനായാലും ജീവൻ നിലനിർത്താൻ, അല്ലെങ്കിൽ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം വേണം, അടിസ്ഥാനപരമായിട്ട് എന്തെല്ലാം വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. ഇത് 3 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്, കോസ്മിക് എനർജി. കോസ്മിക് എനർജി എന്ന് പറഞ്ഞാൽ പ്രാപഞ്ചിക ഊർജം എന്ന് പറയാം. പ്രാപഞ്ചിക ഊർജം. നമ്മൾ വെള്ളം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഭക്ഷണത്തിൻ്റെ രുചി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ശുദ്ധജലത്തിന് പ്രത്യേകിച്ച് രുചിയുമില്ല, പ്രത്യേകിച്ചൊരു നിറവുമില്ല. എന്നാൽ കോസ്മിക് എനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ വ്യക്തിക്ക്, ഒരു ശരാശരി മനുഷ്യനെ അതിനെ തിരിച്ചറിയാനേ സാധിക്കില്ല. നമ്മൾ വായുവിൻ്റെ കാര്യം എടുക്കുമ്പോൾ നോക്കൂ, ഭക്ഷണവും വെള്ളവും പറഞ്ഞു, അതുപോലെ വായുവിൻ്റെ കാര്യം എടുക്കുമ്പോൾ നോക്കൂ, അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അതുപോലെ അതിന് പ്രത്യേകിച്ച് ഗന്ധമില്ല, പിന്നെയോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സംതിങ് ഈസ് ദർ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ അതിലെന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ നമുക്ക് സാധാരണഗതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നുമില്ല. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് കോസ്മിക് എനർജി, പ്രാപഞ്ചിക ഊർജം. പ്രാപഞ്ചിക ഊർജം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിഗ്നൽസിന് സമാനമാണ്. നമുക്കറിയാം, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിന് സിഗ്നൽ ഇല്ലെങ്കിലോ, അതിന് റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിലോ, ആ ഫോണിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള സ്റ്റോർഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റും, ചിലപ്പോൾ മൂവീസ് കാണാൻ പറ്റും, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിൽ നേരത്തെ വന്നിരിക്കുന്ന മെസ്സേജ് നോക്കാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും.
പക്ഷെ ആ സിഗ്നൽ ഇല്ലാത്ത സ്ഥിതിയിൽ തന്നെ വൈഫൈ ആയിക്കോട്ടെ, അല്ലാതെ GSM സിഗ്നൽ ആയിക്കോട്ടെ, മൊബൈൽ സിഗ്നൽ ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും ആ സിഗ്നലുകൾ ഇല്ലാത്ത സ്ഥിതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ തുടരുകയാണ്. എന്താ സംഭവിക്കുക? ക്രമേണ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ അറിയില്ല. കാരണം നേരത്തെ തന്നെയുള്ള പാട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ അറിയാത്തതെന്ന് പറഞ്ഞാൽ നെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, സാരമില്ല എന്ന് വെക്കാം. കോൾ ചെയ്യാൻ പറ്റുന്നില്ല, സാരമില്ല എന്ന് വെക്കാം. പക്ഷെ അതിൽ ഓൾറെഡി ഉള്ള കുറച്ച് സംഗതികളുണ്ട്, പാട്ടും മൂവിയും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കേട്ടും കണ്ടുമൊക്കെ നമുക്ക് കുറച്ച് നാൾ മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങൾക്ക് മടുക്കും. പിന്നെ നിങ്ങൾ മെല്ലെ ആ ഫോൺ വലിച്ചെറിയും, ഇല്ലേ? ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ ഫോണിൻ്റെ റേഞ്ച് കട്ടാവുന്ന അവസ്ഥ, മീൻസ് സിഗ്നൽസ് ഒക്കെ കട്ടാവുന്ന, ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടല്ല, അതല്ലാതെ മൊബൈലിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഇതൊക്കെ കട്ടാവുന്ന അവസ്ഥ വരും. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം കുറച്ച് ദിവസമൊക്കെ സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ അത് ഉപയോഗിക്കും. പിന്നെ മെല്ലെ മെല്ലെ നമ്മളത് ഉപേക്ഷിക്കും. ഇതാ സംഭവിക്കുന്നത്. അതായത് ഈ പറയുന്ന സിഗ്നൽസ് ഉണ്ടെങ്കിൽ മാത്രമേ, അത് വൈഫൈ സിഗ്നൽസ് ആയിക്കോട്ടെ, GSM സിഗ്നൽ ആയിക്കോട്ടെ, ഈ സിഗ്നൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മൊബൈലിന് അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പ്രയോജനം ലഭ്യമാകൂ. ഒന്ന്. രണ്ട്, സിഗ്നൽസ് ഉണ്ടായാൽ മാത്രം പോരാ, ആ സിഗ്നൽസിനെ നിങ്ങളുടെ ഫോണിന് എത്രമാത്രം റിസീവ് ചെയ്യാൻ പറ്റുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിഗ്നൽസ് ഉണ്ട്, ബട്ട് സിഗ്നൽസ് കാര്യക്ഷമമായിട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ വന്നാലോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കുറച്ച് ഡിജിറ്റൽ ടച്ച് കൂടി ചേർത്ത് പറയുന്നത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അപ്പൊ നമ്മുടെ ഫോണിന് സിഗ്നൽ കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് തട്ടി നോക്കും, അതുപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് നോക്കും, കുറച്ചുകൂടെ റേഞ്ചുള്ള സ്ഥലങ്ങളിൽ നിന്ന് നോക്കും. ഇങ്ങനെ നമ്മുടെ ഫോൺ എപ്പോഴും ലൈവായിട്ട് അപ്ഡേറ്റഡ് ആക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, അല്ലേ? കാരണം സിഗ്നൽസ് ഇല്ലാത്ത ഫോണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇതേ വിധത്തിൽ തന്നെയാണ് ഈ പറയുന്ന കോസ്മിക് എനർജി ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നത്. ഈ എനർജി ഫ്ലോ എപ്പോഴാണോ പൂർണ്ണമായിട്ടും കട്ടാവുന്നത്, അതായത് ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ടും കട്ടാവുന്നത്, ആ സമയത്താണ് സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുക എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം കട്ടായി പോകുന്ന, പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഡെത്ത് സംഭവിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഈ എനർജി ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാലോ? എനർജി ഫ്ലോ പൂർണ്ണമായിട്ടും ഇല്ലാതായ ഡെത്ത് സംഭവിക്കും. എനർജി ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാലോ? കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൊബൈൽസിന്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ വേഗത കുറയും, അതിന്റെ വേഗത കുറയുമ്പോൾ ഡൗൺലോഡിങ് സ്പീഡ് കുറയും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ കാര്യക്ഷമത ആകെ താളം തെറ്റും. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ വരുന്നത്. കോസ്മിക് എനർജി കുറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കാര്യക്ഷമത, അദ്ദേഹത്തിൻ്റെ അറിവുകള്, കഴിവുകള്, സർഗാത്മകത, ആരോഗ്യം, അതുപോലെ മനഃശാസ്ത്രപരമായിട്ടുള്ള, മനഃശാസ്ത്രമല്ല, മാനസികമായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ആ സ്ട്രെങ്ത്, ഇതെല്ലാം മെല്ലെ മെല്ലെ കുറയാനും മെല്ലെ മെല്ലെ നഷ്ടപ്പെടാനും തുടങ്ങും. ഇതാണ് സംഭവിക്കുന്നത്. നോക്കൂ, ഇതിനെ നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് നമുക്ക് ടെക്നോളജിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പോ മൊബൈലിന്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിൽക്കും, അല്ലേ? മാറി നിൽക്കും. കുറച്ച് കാലം മുൻപ് നമ്മൾ TV ഉപയോഗിച്ചിരുന്നു, ആന്റിന ഉപയോഗിച്ചിട്ടുള്ള TV ഉപയോഗിച്ചിരുന്നു. പിന്നെയാണ് കേബിൾസ് ഒക്കെ വന്നത്. അപ്പൊ കുറെ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ TV-യിൽ മെല്ലെ ഗ്രൈൻസ് വരാൻ തുടങ്ങും, പിക്ചറിന്റെ ക്ലാരിറ്റി കുറയാൻ തുടങ്ങും, കളർ TV ആണെങ്കിൽ കളർ കുറയാൻ തുടങ്ങും, ഇതൊക്കെ സംഭവിക്കും. അപ്പൊ എന്താ ചെയ്യുക? ഈ ആന്റിന മെല്ലെ അഴിച്ച് അതിൻ്റെ പൊടിയെല്ലാം തുടച്ച് ഒന്ന് ഭംഗിയാക്കി, ചില ആളുകൾ ഖെറോസിനിലോ മറ്റെന്തെങ്കിലും ദ്രാവകത്തിലൊക്കെ ഇട്ടൊന്ന് ക്ലീൻ ചെയ്ത് വീണ്ടും ഫിറ്റ് ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ആവും. എന്താ അവിടെ സംഭവിച്ചത്? റിസപ്റ്റിവിറ്റി കുറഞ്ഞു, സിഗ്നൽ സ്വീകരിക്കാനുള്ള കഴിവ് കുറഞ്ഞു. എങ്ങനെ? ഈ ആന്റിനയുടെ കമ്പികളിലെ പൊടികളും അഴുക്കും ചെളിയും ഒക്കെ വന്ന സമയത്ത് ഈ സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റിയിൽ കുറവ് വന്നു. ഇതാ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വരാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ സദാസമയവും നമ്മൾ കണക്റ്റഡ് ആയിരിക്കേണ്ട ഈ പറയുന്ന കോസ്മിക് എനർജി, അതിൻ്റെ ഫ്ലോയിൽ കുറവ് വന്നു കഴിഞ്ഞാൽ, അതുമായിട്ടുള്ള ബന്ധം അത് വീക്കായി പോയാൽ, അത് ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ
വ്യക്തികളുടെയും കാര്യക്ഷമത വല്ലാതെ കുറഞ്ഞു പോകും. ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥത വ്യക്തികളിൽ സംഭവിക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വിധത്തില് കോസ്മിക് എനർജി സ്വീകരിക്കാനുള്ള ശേഷി, അതിന്റെ സ്വീകരണ ശേഷി കുറയുന്നതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കെല്ലാം നമുക്ക് പോകാം. അപ്പൊ ഈ ചക്രാസ് എന്താന്നുള്ളതിലേക്ക് നമ്മൾ വരുന്നത്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എനർജി സെന്റേഴ്സ് ആണ് ഈ ചക്രാസ്. സാധാരണഗതിയിൽ നൂറുകണക്കിന് ചക്രാസിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട 7 ചക്രകളെ കുറിച്ചാണ് പറയുന്നത്. അതിലേക്ക് നമുക്ക് വരാം. ഈ എനർജിയെ, നമ്മുടെ ഈ കോസ്മിക്കുമായിട്ടുള്ള, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തുന്നത്, പ്രാപഞ്ചികമായിട്ടുള്ള ഊർജത്തെ സ്വീകരിക്കുന്നത് ഈ പറഞ്ഞ ചക്രകളാണ്. വേണമെങ്കിൽ ഒരു ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ നിങ്ങളുടെ ടി വിയിലെ ആൻറ്റിന പോലെ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ആൻറ്റിന പോലെ, ഇപ്പോഴത്തെ മൊബൈലിൻ്റെ ആൻറ്റിന ഇല്ല, പക്ഷേ പഴയ മൊബൈലിനുണ്ടായിരുന്നു, അതുപോലെ ആൻറ്റിന ഉപയോഗിക്കുന്ന സാധനങ്ങളിലെല്ലാം പല വിധത്തിലുള്ള സംഗതികൾ വേറെ ഉണ്ട്. നിങ്ങളുടെ റേഡിയോകളുണ്ട്, അങ്ങനെ പല സംഗതികൾ ആൻറ്റിനകൾ ഉപയോഗിക്കുന്നതുണ്ട്, വൈഫൈ റൂട്ടറുകളുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പോ ഈ പറഞ്ഞ പ്രപഞ്ചത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുകയും നമുക്ക് വേണ്ട വിധത്തിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ആ സജ്ജീകരണത്തെയാണ് ഏറ്റവും ചുരുക്കത്തിൽ ഈ പറയുന്ന ചക്രകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ വൈഫൈ റേഞ്ച് കുറവാണ്, നമ്മൾ എന്താ ചെയ്യുക? ആന്റിന ഒന്നുകൂടി നീട്ടിവെക്കാനോ പറ്റുന്നതാണെങ്കിൽ നീട്ടിവെക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു വെച്ച് നോക്കും. ഇതൊക്കെ നമ്മൾ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇതേ വിധത്തിൽ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന എനർജി സെന്റേഴ്സ്, ചക്രകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണങ്ങളിലേക്ക് നമുക്ക് വരാം. ഏതെങ്കിലും വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ചക്രകൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, അതായത് മറ്റേ വിധത്തിൽ പറഞ്ഞാൽ ഈ ആന്റിനകൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ, ഈ പറയുന്ന എനർജിയുടെ സ്വീകരണം, കോസ്മിക് എനർജി സ്വീകരിക്കാനും അത് വേണ്ട വിധത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ റേഞ്ച് ഇല്ലാത്ത മൊബൈലിന് എന്താണോ സംഭവിക്കുന്നത്, അതേ കാര്യം വ്യക്തികളിലും സംഭവിക്കാൻ തുടങ്ങും. ഈ പറയുന്ന എനർജി ഫ്ലോ, അല്ലെങ്കിൽ എനർജിയുടെ സ്വീകരണം, കോസ്മിക് എനർജിയുടെ സ്വീകരണം സദാസമയവും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, താരതമ്യേന കൂടുതൽ സംഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ള, തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. നമ്മുടെ ഉറക്കത്തിന്റെ വേളകളിൽ, ഉറക്കത്തിന്റെ സമയത്ത് ഈ പറയുന്ന ഫ്ലോ കൂടുതൽ സംഭവിക്കും. നമ്മുടെ മൊബൈലൊക്കെ രാത്രി സാധാരണ ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിട്ട് കിടന്നുറങ്ങുന്നില്ലേ, ചാർജായി നിൽക്കുന്നില്ലേ? അതുപോലെ നമ്മുടെ നാച്ചുറൽ സ്ലീപ്പിൽ, സാധാരണഗതിയിലുള്ള ഉറക്കത്തിൽ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. കഴിഞ്ഞ ആസ്ട്രൽ ട്രാവലറിന്റെ വെബിനാറിൽ പറഞ്ഞു, നമ്മുടെ ഉറക്കത്തിന്റെ ഡീപ്പ് ലെവലില് നമ്മുടെ ബോധവും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവും പ്രപഞ്ചബോധവും തമ്മിൽ വിലയം പ്രാപിക്കും എന്ന് പറഞ്ഞു. ഏകദേശം അതേ കാര്യം തന്നെ. ഈ ആത്മാവും പ്രപഞ്ചബോധവും തമ്മിൽ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെയും വാസ്തവത്തിൽ ഈ ചാർജിങ് തന്നെയാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് ഇത് ഉറക്കത്തിൽ കാര്യക്ഷമമായിട്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളൊരു ദിവസം ഉറക്കമില്ലാതിരുന്ന് നോക്കൂ, മീൻസ് ഉറക്കമൊഴിഞ്ഞു നോക്കൂ. ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ഉറക്കമൊഴിഞ്ഞു നോക്കൂ. ഒരു ദിവസം രാത്രി നമ്മൾ ഉറങ്ങുന്നില്ല, എത്ര ക്ഷീണമായിരിക്കും. ഇത് നിങ്ങൾക്ക് ശരിയാവണമെങ്കിൽ, ഈ ക്ഷീണം ശരിക്കും പൂർണ്ണമായിട്ട് മാറിക്കിട്ടണമെങ്കിൽ പിന്നെ എത്ര ദിവസം ഉറങ്ങിയാലാ ശരിയാവുന്നത്? എന്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വാസ്തവത്തിൽ ഒരു ദിവസം, ഒരു രാത്രിയിൽ ഒരു 3-4 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏകദേശം നിലനിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഉറങ്ങുന്നില്ല, ഒരു രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ യാത്രയിലായിട്ടോ, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലായിട്ടോ, മറ്റെന്തെങ്കിലും കാര്യത്തിലായിട്ടോ നിങ്ങൾക്ക് ഒരു രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു രാത്രി ഉറങ്ങാത്തതിന്റെ ക്ഷീണം നിങ്ങൾക്ക് മാറണമെങ്കിൽ ഒരു പകൽ മുഴുവൻ ഉറങ്ങിയാലും ചിലപ്പോൾ തീരില്ല. നമ്മൾ ഉറങ്ങും, ശരീരം ഉറങ്ങുമായിരിക്കും, പക്ഷെ ഈ ചാർജിങ് അവിടെ നടക്കുന്നില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ വരാം. സ്വാഭാവികമായിട്ട് അവിടെ ചോദ്യം വരും, ഉറക്കത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പകൽ ഉറങ്ങിയാലും പോരെ എന്നൊരു ചോദ്യം വരും. അതിലേക്ക് വരാം. അത് പൂർണ്ണമായിട്ടും സംഭവിക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അതിലേക്ക് വരാം. മനസ്സിലാവുന്നുണ്ടോ?
കാരണം ഇത് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സംഭവിക്കും. ഇനി പകൽ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല? പകൽ സംഭവിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല, സംഭവിക്കുന്നുണ്ട്. പക്ഷെ രാത്രിയിലെ കൂടുതൽ കാര്യക്ഷമമായിട്ട് സംഭവിക്കുന്നുണ്ട്. കാരണം കോസ്മിക് എനർജി നമ്മളിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് ഒന്ന്. രണ്ട്, അതിൻ്റെ ഫ്ലോ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. ചില ഇടങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ധ്യാനം ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണെന്ന് പറയാറുണ്ടല്ലോ, ഏറ്റവും പുലർച്ചെയാണെന്ന് പറയാറുണ്ടല്ലോ. ആ സമയത്ത് ഈ പറയുന്ന എനർജി ഫ്ലോ വളരെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് വെറുതെ ഒന്ന് കണ്ണടച്ചിരുന്നാലും മതി, അത് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും, നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഉറക്കത്തിൽ ഈ പറഞ്ഞ ചാർജിങ്, ഞാൻ മറ്റു ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, ക്ഷമിക്കുക. എനിക്കറിയാം പല വിധത്തിലുള്ള വ്യക്തികൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാകാം, എന്നെ കേൾക്കുന്നുണ്ടാകാം. അതായത് ഈ മേഖലയിൽ നല്ല അറിവുള്ള നല്ല പാണ്ഡിത്യമുള്ള വ്യക്തികളുണ്ടാകാം, ചിലപ്പോൾ തുടക്കക്കാരുണ്ടാകാം, ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നവരും ഉണ്ടാകാം. ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. സോ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക. അപ്പോ രാത്രിയിലുള്ള ഉറക്കത്തില് ഇത് നാച്ചുറലായിട്ട് സംഭവിക്കും. നാച്ചുറലായിട്ട് സംഭവിക്കും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ, നാച്ചുറലായിട്ടുള്ള ഇത് സംഭവിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ശാരീരികമായും മാനസികമായും വൈകാരികമായിട്ടും നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിൽ അന്തർലീനമായിട്ടുള്ള ഒരു ഘടികാരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ബയോളജിക്കൽ ക്ലോക്കാണ് രാവിലെ ചിലപ്പോൾ നമുക്ക് 4 മണിക്ക് അത്യാവശ്യമായിട്ട് ഉണരണമെന്ന് കരുതി നമ്മൾ കിടക്കുമ്പോൾ ഈ ബയോളജിക്കൽ ക്ലോക്കാണ് നമ്മളെ ഉണർത്തുന്നത്. അപ്പൊ ഈ ബയോളജി ക്ലോക്കും ഈ പറയുന്ന സിസ്റ്റം മീൻസ് പ്രപഞ്ചബോധവും തമ്മിൽ കണക്റ്റഡ് ആണ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ രാത്രിയിലുള്ള ഉറക്കത്തിന്റെ സമയത്ത് ഇത് ഗംഭീരമായിട്ട് സംഭവിക്കും. ഇത് കാര്യക്ഷമമായിട്ട് സംഭവിച്ചിട്ടില്ല എങ്കിൽ മറ്റ് പല അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കൂ, സ്ഥിരമായിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾ അത്തരം വ്യക്തികൾ ഇതിന്റെ അഭാവം അനുഭവിക്കുന്നുണ്ട്. അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പക്ഷേ ചില കാര്യങ്ങൾ സഫർ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ സാലറി കിട്ടുന്നത്. ഈ കൂടുതൽ സാലറി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ കോമ്പൻസേഷൻ ആണ്, നഷ്ടപരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ എനർജി അവർക്ക് സ്വീകരിക്കാൻ പറ്റും. ഈ പറയുന്ന എനർജിയുടെ പേര് പറഞ്ഞിട്ടല്ല കേട്ടോ ആ കോമ്പൻസേഷൻ കൊടുക്കുന്നത്. അത് ശാരീരികമായിട്ടുണ്ടാകുന്ന ഈ വിധത്തിലുള്ള അസ്വസ്ഥതകളുടെ ഒരു കോമ്പൻസേഷൻ എന്നുള്ള വിധത്തിൽ അസ്വസ്ഥതകളുടെ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഫ്ലോ സംഭവിച്ചിട്ടില്ല എങ്കിൽ ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകൾ വ്യക്തികളിൽ സംഭവിക്കും. അപ്പൊ പറഞ്ഞു, ഒന്ന് നാച്ചുറൽ സ്ലീപ്പിൽ, സാധാരണഗതിയിലുള്ള സ്ലീപ്പില്, ഉറക്കത്തില് ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. ഇനി അതുപോലെ തന്നെ ഇത് സംഭവിപ്പിക്കാനുള്ള, കൂടുതൽ കാര്യക്ഷമമായിട്ട് സംഭവിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് മെഡിറ്റേഷൻ, ധ്യാനം. നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് അതിഗംഭീരമായിട്ട് സംഭവിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ, അതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് സാധാരണ പറയുന്നത്, നല്ല ഡീപ്പ് മെഡിറ്റേഷനിൽ നമ്മൾ മുഴുകുകയാണെങ്കിൽ, ഒരു 20 മിനിറ്റ് മെഡിറ്റേഷനിൽ മുഴുകുകയാണെങ്കിൽ ഏകദേശം 4 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങുന്നതിൻ്റെ ഗുണം കിട്ടുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഉറക്കത്തിലും സംഭവിക്കുന്നത് ഈ എനർജി ഫ്ലോ ആണ്, ഡീപ്പ് മെഡിറ്റേഷനിലും സംഭവിക്കുന്നത് ഇതേ എനർജി ഫ്ലോ കാര്യക്ഷമമായിട്ട് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ പറഞ്ഞ മാതിരി രാത്രി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ പോലും നിങ്ങളൊരു ഡീപ്പ് മെഡിറ്റേഷനിലൂടെ കടന്നു പോവുകയാണ് എങ്കിൽ അതിനെ തരണം ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഈ വിവരം, ഈ കാര്യം ഞാൻ തിയറി പഠിച്ചിട്ട് പറയുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യാത്രകളുടെയും മറ്റ് പല ആക്ടിവിറ്റികളുടെയും ഭാഗമായിട്ട് പല സാഹചര്യങ്ങളിലെങ്കിലും ഇതുപോലെ രാത്രി ഉറക്കം മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കുന്നത് മെഡിറ്റേഷനാണ്. ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് ദൂരെ ട്രിവാൻഡ്രം തുടങ്ങിയ സ്ഥലം, ഇപ്പം ഞാൻ കോഴിക്കോടാണുള്ളത്, കുറേ പേർക്ക് അറിയാം, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം, ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. പക്ഷെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രം ഒക്കെ പോകാണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല.
പക്ഷേ ഗംഭീരമായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം ഈ മെഡിറ്റേഷനിലൂടെ ഈ പറയുന്ന അവസ്ഥയെ തരണം ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എനർജി ഫ്ലോ കൂടുതൽ ഗംഭീരമാക്കാൻ പറ്റും. കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഉറക്കം മനസ്സിലായി, ഉറക്കത്തിൽ എങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായി. അതുപോലെ മെഡിറ്റേഷനിൽ എങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ കോസ്മിക് എനർജി സ്വീകരിക്കാനുള്ള മറ്റൊരു മാർഗം പ്രകൃതിയുമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. പ്രകൃതിയുമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. നോക്കൂ, ശരിക്കും മനുഷ്യന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന വിധത്തിലാണ്, അല്ലെങ്കിൽ ജീവിക്കേണ്ട വിധത്തിലാണ് ഈ ശരീരവും ഈ മനസ്സും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മളായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന എനർജി ഫ്ലോ വളരെ ഗംഭീരമായിട്ട് അവിടെ സംഭവിക്കും. അതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നൊരു പക്ഷേ കരുതുന്ന അതീന്ദ്രിയമായിട്ടുള്ള പല കഴിവുകളും അറിവുകളും അതിലൂടെ ആർജിക്കാൻ സാധിക്കും. പ്രകൃതിയിൽ വരുന്ന ചില വ്യത്യാസങ്ങൾ, അതുപോലെ ചില സാഹചര്യങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവുകൾ, ഇതെല്ലാം അവിടെ കിട്ടും. നോക്കൂ, ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്ന സമയത്ത്, സുനാമി ആയാലും ഫ്ലഡ് ആയാലും അതുപോലെയൊക്കെയുള്ള ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്ന സമയത്ത് മനുഷ്യനോട് ചേർന്ന് ജീവിക്കുന്ന കുറച്ച് മൃഗങ്ങളുമാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ പ്രകൃതിയിലുള്ള ജീവികൾ ഏകദേശം ഇതിനു മുൻപ് തന്നെ ചില ലക്ഷണങ്ങൾ കാണിക്കുകയും അത് സുരക്ഷിതമായിട്ടുള്ള മറ്റിടങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്യും. അപ്പോ ഈ ജീവികൾക്ക് എവിടുന്നാണ് ഈ അറിവുകൾ കിട്ടുന്നത്? എവിടുന്നാണ് ഈ മുന്നറിയിപ്പുകൾ കിട്ടുന്നത്? മനുഷ്യൻ അത്യന്താധുനിക സാങ്കേതിക വിദ്യയിലൂടെ ശ്രമിച്ചിട്ടും കാണാതെ പോകുന്ന ഈ പറയുന്ന പല കാര്യങ്ങളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് കിട്ടുന്നു. അതിൻ്റെ കാരണം ഇതാണ്. ഈ പറയുന്ന കോസ്മിക് എനർജി അവരിലൂടെ ഗംഭീരമായിട്ട് പോകുന്നു. നിങ്ങളുടെ ഫോൺ സദാസമയം നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ, സദാസമയവും നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ, പല വിധത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും, നിരന്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ വാർത്തകൾ ചിലപ്പോൾ വരും, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ അവിടെ വന്നുകൊണ്ടേയിരിക്കും. അതേസമയം ഇതൊക്കെ ഓഫ് ആണെങ്കിലോ നമ്മളൊന്നും അറിയുന്നു കൂടിയില്ല. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, കേവലം ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്കിത് സംഭവിക്കുന്നുവെങ്കിൽ നമ്മളാകുന്ന ഈ ഹാർഡ്വെയർ, അതുപോലെ നമ്മുടെ ജീവനാകുന്ന ബോധമാകുന്ന സോഫ്റ്റ്വെയർ ഈ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ട് സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിരുന്ന ഒരവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും, എത്രമാത്രം സാധ്യതകൾ അവിടെയുണ്ട്. അപ്പൊ ഇപ്പോഴും നമുക്കതിന് സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ചില ജീവിത രീതികള്, സ്വഭാവ സവിശേഷതകള്, ഇതൊക്കെ നമ്മളെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം രാവിലെ നേരത്തെ ഉണരുന്ന വ്യക്തികളെ നിങ്ങളൊന്ന് നോക്കൂ. രാവിലെ നേരത്തെ ഉണർന്ന് വലിയ തിരക്കുകളിൽ ഏർപ്പെടുന്നത് മറ്റൊരു കാറ്റഗറി. അതല്ലാതെ ഒരു അല്പസമയം ശാന്തമായിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറഞ്ഞ വിധത്തിലുള്ള ഗുണഗണങ്ങൾ നമുക്കവിടെ ലഭ്യമാകും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പല കാരണങ്ങൾ കൊണ്ടും ആളുകൾ വളരെ വൈകിയ കിടക്കുന്നത്. പറഞ്ഞാൽ മറ്റൊരു രസകരമായിട്ടുള്ള സംഗതി എന്താണെന്നറിയാമോ? നേരത്തെ പറഞ്ഞില്ലേ, ഈ കോസ്മിക് എനർജിയുടെ ഫ്ലോ ഏറ്റവും അധികം നടക്കുന്നത് ഈ പറയുന്ന ഏറ്റവും പുലർച്ചെയുള്ള സമയത്താണ്. ഒരു 2:30 പുലർച്ചെ ഒരു 2 മണി 2:30 മുതൽ അങ്ങോട്ടാണ് സാധാരണഗതിയിൽ സൂര്യൻ ഉദിച്ച് പുറത്തേക്ക് വരുന്നവരുള്ള സമയത്താണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് മെജോറിറ്റിയും ഈ സമയങ്ങളിൽ കാര്യമായിട്ട് ഉറങ്ങുന്നില്ല, ഉറക്കമൊഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, വെറുതെ ഇരിക്കുകയല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പരതി നടക്കുന്നു. അവിടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാക്കുന്നു. ഇതാ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
കൃത്യമായിട്ടൊന്ന് ഉറങ്ങാനുള്ള സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ സാഹചര്യം കിട്ടാഞ്ഞിട്ടല്ല, അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നാച്ചുറലായിട്ട്, പ്രകൃതിദത്തമായിട്ട്, സ്വതസിദ്ധമായിട്ട് ഇതെല്ലാം സംഭവിക്കും. ഈ പറഞ്ഞ മാതിരിയുള്ള നാച്ചുറൽ നോർമൽ ആയിട്ടുള്ള എനർജി ഫ്ലോ അവിടെ സംഭവിക്കും. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി മറ്റെന്തൊക്കെയാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഈ പറയുന്ന എനർജി സെന്റേഴ്സ്, ചക്രാസ് ബ്ലോക്ക് ആയിട്ട്, ചില സാഹചര്യങ്ങളിൽ ചില കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന എനർജി സെന്റേഴ്സ്, ചക്രകള് ബ്ലോക്ക് ആയി പോകും. അതിന് വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വൈകാരികമായിട്ടോ ശക്തമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ബ്ലോക്ക് ആവും. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, വൈകാരികമായിട്ട് ശക്തമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ ബ്ലോക്ക് ആവും. ഒന്ന്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എനർജി ഫ്ലോയും ഈ പറഞ്ഞ കാര്യങ്ങളും, ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യവും പരസ്പര പൂരകങ്ങളാണ്. അതായത് ഈ എനർജി ഫ്ലോ കൃത്യമായിട്ട് സംഭവിച്ചാൽ ആരോഗ്യകരമായിരിക്കും, ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ട് ആരോഗ്യകരമായിരിക്കും. ഈ ഫ്ലോയിൽ കുറവ് വന്നാൽ ഈ പറഞ്ഞ അസ്വസ്ഥതകൾ, ഈ പറഞ്ഞ ശാരീരിക, മാനസിക, വൈകാരിക അസ്വസ്ഥതകൾ ഉണ്ടാകും. ഒന്ന്. അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ശാരീരിക, മാനസിക, വൈകാരിക അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഈ പറഞ്ഞ എനർജി ഫ്ലോ കുറഞ്ഞു പോവുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഈ റേക്കി, പ്രാണിക് ഹീലിംഗ് ഒക്കെ തുടങ്ങിയ ചികിത്സാ രീതികളിൽ അല്ലെങ്കിൽ സമീപന രീതികളിൽ ഇവർ ചെയ്യുന്നത്, ഈ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ ഈ പറയുന്ന പ്രാണോർജം അല്ലെങ്കിൽ കോസ്മിക് എനർജി ഫില്ല് ചെയ്യുകയോ വേണ്ട വിധത്തിൽ ക്രമീകരിക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് അവിടെ രോഗമുക്തി സംഭവിക്കുന്നത്. അപ്പോൾ ഈ എനർജി സെന്റേഴ്സ് ബ്ലോക്ക് ആകാനുള്ള ഒരു കാരണം ഈ വിധത്തിലുള്ള അസ്വസ്ഥതകൾ. പക്ഷേ സാധാരണഗതിയിൽ നമുക്കൊരു ശാരീരിക അസ്വസ്ഥത വന്നു. ആ ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ സംഗതികൾ അവിടെ സംഭവിക്കും. ഒന്ന്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഫ്ലോ റീസ്റ്റാർട്ട് ചെയ്യാൻ കാലതാമസം സംഭവിക്കുകയോ അതല്ല എങ്കിൽ വേണ്ട വിധത്തിൽ റീസ്റ്റാർട്ട് ചെയ്യാതിരിക്കപ്പെടുകയോ ചെയ്യാം. ഒന്ന്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സൈക്കോളജിക്കൽ അസ്വസ്ഥതകളിലൂടെ, ഡിസോർഡേഴ്സ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അസ്വസ്ഥതകളിലൂടെ, ശക്തമായിട്ടുള്ള മാനസിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോഴും ഈ പറയുന്ന ബ്ലോക്ക് അവിടെ സംഭവിക്കും. എനർജി ബ്ലോക്ക് അവിടെ സംഭവിക്കും. ഈ എനർജി ബ്ലോക്ക് സംഭവിച്ചാൽ ആ മാനസിക അസ്വസ്ഥതകളുടെ ആഘാതം വർദ്ധിക്കാനോ അത് കൂടുതൽ കാലം നീണ്ടു നിൽക്കാനോ ഒക്കെയുള്ള സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഫില്ല് ചെയ്യാനുള്ള മാർഗങ്ങൾ, ഒന്ന് നാച്ചുറൽ സ്ലീപ്പ് പറഞ്ഞു, അതുപോലെ തന്നെ മെഡിറ്റേഷൻ പറഞ്ഞു. അതുപോലെ ഞാൻ അവിടെ ഒന്ന് വിട്ടുപോയി, അത് നമ്മൾ ദേവാലയ ദർശനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്, മതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദേവാലയം അതേതായാലും ദേവാലയ ദർശനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ എനർജി ഫ്ലോ അവിടെ സംഭവിക്കും. ഒരു നിമിഷം, സൗണ്ടിന്റെ പ്രോബ്ലം ആരും പറയുന്നു? എന്താ, സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് പറയാമോ? സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ശരിയാണ്. താങ്ക് യു. അപ്പോൾ ദേവാലയ ദർശനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ എനർജി ഫ്ലോ കൃത്യമായിട്ട് സംഭവിക്കും. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, ദേവാലയങ്ങളുടെ ഷേപ്പ് നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ സാധാരണ പറയാറുണ്ട് സ്പിരിച്വൽ വേൾഡിൽ, ഈ പിരമിഡിന്റെ ഷേപ്പിന് ഈ എനർജി റിസീവ് ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏത് ദേവാലയം എടുത്തു കഴിഞ്ഞാൽ, അമ്പലമായാലും പള്ളിയായാലും മോസ്ക് ആയാലും ഏതെടുത്താലും ഇതിന്റെ മുകൾ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു പിരമിഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ക്ഷേത്രങ്ങളുടെയൊക്കെ നിർമ്മാണത്തിൽ ഈ പറയുന്ന പിരമിഡ് ഷേപ്പും വിഗ്രഹവും അതിൻ്റെ സ്ഥാനത്തിനുമൊക്കെ കൊടിമരത്തിനുമൊക്കെ പ്രാധാന്യം മറ്റുണ്ട്. അതിൽ മറ്റ് ചിലതൊക്കെ ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ദേവാലയ ദർശനം നടത്തുന്നതിലൂടെ ഈ എനർജി ഫ്ലോ വളരെയധികം വർദ്ധിക്കും. നോക്കൂ,
നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ എടുത്തു നോക്ക്. ഇപ്പൊ പിന്നെ മിക്കവാറും എല്ലാ ഇടങ്ങളിലും റേഞ്ച് ആയി അല്ലെ? പക്ഷെ എങ്കിൽ പോലും ടവറിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് നല്ല റേഞ്ച് കിട്ടുന്നില്ലേ? കാരണം എന്താ? അവിടെ കൂടുതൽ പ്രസരണം സംഭവിക്കുന്നുണ്ട്, കൂടുതൽ പ്രസരണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവാലയ ദർശനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഇത് നടക്കും. അതുപോലെ തന്നെ ചില ഇടങ്ങൾക്ക്, ചില ഭൂമികൾക്ക് പ്രത്യേകതയുണ്ട്. ഭൂമിയിലെ ചില സ്ഥാനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഭൂമികൾക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ബഹുവചനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ, അത്തരം ഇടങ്ങളിൽ ഈ പറയുന്ന ഊർജപ്രവാഹം താരതമ്യേന വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാ ചില പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിച്ച് തിരിച്ചു വരുമ്പോഴേക്കും വല്ലാതെ ഒരു ഉണർവ് മാനസികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ലഭിക്കുന്നത്. അതാദ്യം പറഞ്ഞ ഇടങ്ങളിൽ കൂട്ടിച്ചേർത്തുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ എനർജി സെന്റേഴ്സ് ബ്ലോക്ക് ആകാനുള്ള കാരണങ്ങളാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത ശാരീരിക, മാനസിക, വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ, നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ചില തീവ്ര ചിന്തകൾ, പ്രത്യേകിച്ച് ചില പ്രതികൂല ചിന്തകൾ, പ്രതികൂലമായിട്ടുള്ള പ്രവൃത്തികൾ, ഇതെല്ലാം ഈ പറയുന്ന എനർജി സെന്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണങ്ങളാണ്, ബ്ലോക്ക് ആകാനുള്ള കാരണങ്ങളാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചിന്തകൾ മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ മറ്റു വ്യക്തികളുടെ ചില ചിന്തകളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചില തീവ്ര ചിന്തകളും നമ്മുടെ എനർജി സെന്റേഴ്സിനെ ബാധിക്കും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും ചില ശാപവാക്കുകൾ വെറുതെ ഇങ്ങനെ ഒരാളെ പറയുന്നതല്ല. വൈകാരികമായിട്ടുള്ള തീവ്രതയോടുകൂടി, തീഷ്ണതയോടുകൂടി പറയുന്ന വാക്കുകൾക്കും ചിന്തകൾക്കുമെല്ലാം ചില സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവരെയുമല്ല, ചില സാഹചര്യങ്ങളിൽ ചില വ്യക്തികളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇത് എനർജി സെന്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. അവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ പറയുന്ന എനർജി ഫ്ലോ അത് കട്ടായി പോവുകയോ അത് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് മറ്റേ വ്യക്തിയിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. ഇനിയുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. നോക്കൂ, നേരത്തെ പറഞ്ഞില്ലേ ദേവാലയ ദർശനം നടത്തുമ്പോൾ ഈ ഫ്ലോ നന്നായിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ നേരെ എതിർഭാഗത്തുള്ള, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, നേരെ വിപരീതമായിട്ടുള്ള ചില സംഗതികളും ഉണ്ടാകും. അതിതാണ്, ചില ഇടങ്ങള്, ചില സ്ഥലങ്ങള്, ചില ഇടങ്ങള്, ചില വ്യക്തികളുമായിട്ടുള്ള ഇടപെടൽ, സഹവാസം, ഇതെല്ലാം എനർജി സെന്റേഴ്സിനെ മന്ദീഭവിപ്പിക്കുകയോ നമ്മുടെ എനർജി ചോർത്തിക്കളയുകയോ ചെയ്യും. ചില വ്യക്തികളെ എനർജി വാമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. വാമ്പേഴ്സിന്റെ മലയാളം എന്താണ്? പിശാചോ, ഡ്രാക്കുളയോ, അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ എനർജി വാമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. ഇനിയുമുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതൊരു സംശയമുണ്ട്. പക്ഷെ അത് ഞാൻ വിശദീകരിച്ചു തരാം. സാധാരണഗതിയിൽ ഈ ദുർമന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ കാര്യങ്ങൾ കേട്ടിട്ടില്ലേ? അതെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. അതിലേക്കും ബേസിക്കലി നമുക്കൊന്ന് വരാം, ദൂരെ കൂടി നമുക്കൊന്ന് വരാം. കാരണം അത് പറഞ്ഞു പോയാൽ അത് തന്നെ വളരെ വലിയൊരു വിഷയമാണ്. ഇവിടെ എല്ലാം സംഭവിക്കുന്നത്, ആഭിചാരം, ദുർമന്ത്രവാദം, ഇവിടെ എല്ലാം സംഭവിക്കുന്നത് സാധാരണഗതിയിൽ രണ്ട് വിധത്തിലുള്ള, പൊതുവായിട്ട്, അതിലപ്പുറം ഉണ്ടായേക്കാം, അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ടായേക്കാം, പക്ഷെ പൊതുവായിട്ട് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, ഒരു വ്യക്തിയുടെ, അതായത് ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ തീവ്രമായിട്ടുള്ള ചിന്ത, ശക്തമായിട്ടുള്ള മനസ്സ്, അതവർ ഉപാസനകളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ഒക്കെ സ്വായത്തമാക്കിയതായിരിക്കാം. അപ്പൊ ആ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ പറയുന്ന മാതിരി തന്നെയുള്ള ഊർജം അതാതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ എനർജി സെന്റേഴ്സിനെ, ഈ പറഞ്ഞ ചക്രകളെ, ഈ പറഞ്ഞ ഊർജ കേന്ദ്രങ്ങളെ താൽക്കാലികമായിട്ടെങ്കിലും അതിലൊരു മറ തീർത്തേക്കാം, ഒന്ന് മന്ദീഭവിപ്പിച്ചേക്കാം. ക്ലിയർ ആയി ഞാൻ പറഞ്ഞത്? ഒന്ന് മെസ്സേജ് ചെയ്യാമോ? കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി വിശദീകരിച്ചു തരാം. അപ്പൊ ഒന്ന് അങ്ങനെ ആഭിചാരം, ദുർമന്ത്രവാദം, അതിലൊക്കെ സംഭവിക്കുന്ന ഒന്നങ്ങനെ. രണ്ട്, അതായത് വ്യക്തികളുടെ തന്നെ ശക്തമായിട്ടുള്ള തോട്ട്, ചിന്തകളുടെ ഊർജം. അപ്പൊ ആ ചിന്തകളെയും ആ ഊർജത്തെയും
പരമാവധി ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരമിടങ്ങളിലെ ചില തയ്യാറെടുപ്പുകൾ, അതായത് ചില കളങ്ങൾ വരയ്ക്കുക, ചില പ്രത്യേക വിധത്തിലുള്ള വാദ്യങ്ങൾ ഉപയോഗിക്കുക, ചില പ്രത്യേക വിധത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക, ചില പ്രത്യേക വിധത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെ അതാത് മാനസികാവസ്ഥകൾ അതിൻ്റെ പീക്കിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും രൗദ്രമായിട്ടുള്ള നിറങ്ങളും ചിത്രങ്ങളും ഒക്കെ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അത് എനർജി ലെവൽ മറ്റൊരു വിധത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു മാർഗം അവിടെ ചെയ്യാറുണ്ട്, സംഭവിപ്പിക്കാറുണ്ട്. അതായത് ചില പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഊർജങ്ങളുമുണ്ട്. ദൈവികമായിട്ടുള്ള ഊർജം എന്ന് നമ്മൾ പൊതുവിൽ കരുതുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. അതുപോലെ തന്നെ മറ്റു ചില ഊർജങ്ങളുണ്ട്. അതിനെ പ്രതികൂല ഊർജമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്. നമുക്കിപ്പോൾ ചൂടാണോ തണുപ്പാണോ നല്ലത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് മാറും അല്ലേ. നല്ല തണുപ്പ് കാലം വരുമ്പോൾ നമ്മൾ പറയും ഒന്ന് ചൂട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും അല്ലേ. എന്നാൽ കുത്തുന്ന തണുപ്പുള്ള കാലം വന്നാലോ, അല്ല കുത്തുന്ന ചൂടുള്ള കാലം വന്നുമ്പോൾ തണുപ്പ് കിട്ടിയാൽ കൊള്ളാമെന്ന് പറയും. തിരിച്ച് നമ്മൾ പറയും. സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. അത് തന്നെയാണ് പ്രകൃതി എല്ലായിടത്തും. അപ്പൊ ഇതുപോലെ പ്രകൃതിയിൽ തന്നെ ചില ഊർജങ്ങളുണ്ട്. അതായത് ഒരു സാധാരണ ഒരു ശരാശരി മനുഷ്യന്റെ പ്രതികൂല അവസ്ഥ സംഭവിപ്പിക്കാൻ കപ്പാസിറ്റിയുള്ള ചില ഊർജങ്ങൾ. ഈ ഊർജങ്ങൾ പല പേരിലും അറിയപ്പെടും. പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ പൊതുവിൽ ഈ വിധത്തിലുള്ള കൃത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ പറയുന്ന പ്രതികൂല ഊർജങ്ങളാണ്. ആ ഊർജങ്ങൾ സ്വീകരിക്കാനും നിലനിർത്താനും ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ ഈ ഊർജങ്ങള് ഈ പറയുന്ന ഒരു വ്യക്തിയിലേക്ക് പ്രവേശിപ്പിക്കോ താൽക്കാലികമായിട്ടോ അല്ലാതെയോ ആ വ്യക്തിയെ സ്വാധീനിക്കുന്ന സമയത്തും ഇതേ കാര്യം തന്നെയാണ് സംഭവിക്കുന്നത്. ഈ എനർജി സെന്ററുകൾ, ഈ പറയുന്ന ചക്രകള് ബ്ലോക്ക് ആകും. അതായത് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ അടുത്തൊരു മൊബൈൽ ജാമർ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? മനസ്സിലായോ? ഇതാ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രാപഞ്ചിക ഊർജം നമ്മളിലേക്ക് വരുന്നതും നമ്മൾ സ്വീകരിക്കുന്നതും ഒക്കെ അവിടെ തടസ്സപ്പെടും. ഇത് സംഭവിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലാതായി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അപ്ഡേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന അവസ്ഥ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ കാര്യങ്ങൾ സംഭവിക്കും. അങ്ങനെ വരുന്ന സമയത്താണ് അതിന് വിക്ടിമായിട്ടുള്ള വ്യക്തിയുടെ ആരോഗ്യം ക്ഷയിക്കും, അവരുടെ ക്രിയേറ്റിവിറ്റി ക്ഷയിക്കും, അവരുടെ ചിന്തകൾ വികലമാകും, അവരുടെ പ്രവൃത്തികൾ വികലമാകും. ഇതൊക്കെ സംഭവിക്കും. മേ ബി ചിലരെങ്കിലും ഇപ്പൊ വിചാരിക്കുന്നുണ്ടാകും ഈ 21ാം നൂറ്റാണ്ടിലും ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത്. നോക്കൂ, പലപ്പോഴും കെട്ടുകഥകളെക്കാൾ ഭാവനകളെക്കാളൊക്കെ അപ്പുറമാണ് ജീവിതം, റിയാലിറ്റി എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് തന്നെ ഞാൻ ഒന്നുകൂടി പറയട്ടെ, പലപ്പോഴും അല്ല, പരമാവധി ഞാൻ കാര്യങ്ങളെ ശാസ്ത്രീയമായിട്ട് തന്നെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രവർത്തന മേഖലയിലെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സോർസിസമാണ്. എക്സോർസിസം എന്ന് പറഞ്ഞാൽ പ്രേതബാധ നിവാരണം. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പൊ ഈ പ്രേതബാധ നിവാരണം എന്ന് പറയുന്ന ആ മേഖലയിൽ പോലും ഞാൻ കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നതും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതും. ഞാൻ ക്ലാസ്സുകളിലും അല്ലാതെയും ഒക്കെ പറയാറുണ്ട്, ഈ പ്രേതബാധ എന്ന് പറഞ്ഞു വരുന്ന ഇടങ്ങളിൽ പോലും വരുന്ന കേസുകളിൽ പോലും മോർ ദാൻ 95 or 99% സൈക്കോളജിക്കൽ റീസൺസ് മാത്രമാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഓർ ഡ്യുവൽ പേഴ്സണാലിറ്റി, DID എന്നൊക്കെ പറയുന്ന സൈക്കോളജിക്കൽ റീസൺസ് മാത്രമാണ്. പക്ഷേ അതിന്റെ സിംറ്റംസ്, അതിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് മറ്റേ സാധനം, ഒറിജിനൽ സാധനം തന്നെയാണെന്ന് അറിയാതെ അങ്ങ് വിധി എഴുതി പോകും. പക്ഷെ അവിടെയും നമുക്ക് ശാസ്ത്രം കൊണ്ടും സിദ്ധാന്തങ്ങൾ കൊണ്ടുമൊക്കെ നിർവചിക്കാൻ പറ്റാത്ത അതിനപ്പുറമുള്ള ഒരു ചെറിയ ഭാഗമുണ്ട്. അത് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ. മാനേജ് ചെയ്യാൻ പറ്റായിക എന്നല്ല, മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പറയുക, ഈ പറയുന്ന വിധത്തിലുള്ള ദുർമന്ത്രവാദം, ആഭിചാരം തുടങ്ങിയ കാര്യങ്ങളും ഏകദേശം അതിൽ തന്നെയാണ് പെടുന്നത്. ഇനി അവിടെയും ഞാനൊരു കാര്യം കൂടി പറഞ്ഞു തരാം കേട്ടോ. അവിടെയും ഇങ്ങനെയാണ് പെടുന്നത് എങ്കിൽ പോലും ഈ കാറ്റഗറിയും ഞാൻ ഈ പ്രേതബാധയുടെ കാര്യം പറഞ്ഞതുപോലെ വളരെ വലിയൊരു ശതമാനം അവരങ്ങനെ ചെയ്തു എന്നുള്ള വിശ്വാസം മാത്രമാണ്.
അല്ലാതെ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ എനർജി ഇങ്ങോട്ട് ബാധിച്ചത് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. അവരെങ്ങനെ ചെയ്തു എന്നുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ഒരാളുടെ ഭീഷണി അതുകൊണ്ട് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഭീഷണിയുടെ മുകളിൽ ആളുകളുടെ അറിവില്ലായ്മയുടെ മുകളിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉം. ഇതിനെല്ലാം വളരെ സിമ്പിളായിട്ട് മറികടക്കാൻ പറ്റും കേട്ടോ. നമുക്ക് വരാം. അപ്പോൾ ചിന്തകൾ തോട്ടുകളിലൂടെ വരുന്നുണ്ട്, അവനവൻ്റെ തോട്ടുകളിലൂടെ വരുന്നുണ്ട്, നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇടപഴകുന്ന വ്യക്തികളിൽ നിന്ന് വരുന്നുണ്ട്, സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, അതുപോലെ ലഹരി വസ്തുക്കളിൽ നിന്ന് വരുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഈ പറഞ്ഞ എനർജി സെന്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും, ഈ പറയുന്ന കോസ്മിക് കണക്ഷനെ ബ്ലോക്ക് ചെയ്യും. അവിടെയും അത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം വേണ്ട, മറ്റൊരു സമയത്ത് അതിലേക്ക് വരാം. ഈ ലഹരി വസ്തുക്കള് പറയാമെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണ്. ലഹരി വസ്തുക്കൾ ഇതിനെ വിപരീതമായിട്ട് മാത്രമല്ല, പ്രതികൂലമായിട്ട് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഒരല്പം അനുകൂലമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അതേക്കുറിച്ച് തൽക്കാലം ഞാൻ പോകുന്നില്ല. നമുക്ക് മറ്റൊരു സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാരണം പല വിധത്തിലുള്ള വ്യക്തികളാണ്, പല വിധത്തിൽ, പല നിലവാരത്തിൽ, പല സാഹചര്യത്തിലുള്ള വ്യക്തികളാണ് എന്നെ കേൾക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് പറയുമ്പോൾ ആഴത്തിൽ പറഞ്ഞു പോയില്ല എങ്കിൽ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാകും. നാളെ അന്നത്തെ വെബിനാറിൽ മറ്റേ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. എനിവേ മറ്റൊരു സമയത്ത് അതിലേക്ക് പോകാം കേട്ടോ. ലഹരി വസ്തുക്കള്, ജീവിത രീതി, ഇതെല്ലാം ഈ പറഞ്ഞ എനർജി സെന്റേഴ്സ് ബ്ലോക്ക് ആകാനുള്ള കാരണങ്ങളാണ്. അപ്പോ ഈ ബ്ലോക്കുകളെ മാറ്റാൻ വേണ്ടി, ഈ ബ്ലോക്കുകളെ മാറ്റാനോ അല്ലെങ്കിൽ ലഘൂകരിക്കാനോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത്, പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്, ഈ എനർജിയെ പരമാവധി സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഒന്ന്, നന്നായിട്ട് ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ജോലിക്ക് പോകാതെ കിടന്നുറങ്ങുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള മെഡിറ്റേഷൻ, അതുപോലെ ദേവാലയ ദർശനങ്ങൾ, നല്ല ചിന്തകൾ, നല്ല പ്രവൃത്തികൾ, അതുപോലെ നല്ല സൗഹൃദങ്ങൾ, ഇതെല്ലാം, നല്ല ഇടങ്ങളിലേക്കുള്ള യാത്രകൾ, പ്രകൃതിയുമായിട്ടുള്ള ഇടപഴകൽ, ഇതെല്ലാം ഇതിനെ വളരെയധികം പ്രയോജനം ചെയ്യും. നല്ല ഫ്ലോ ഉണ്ടാകാനും ഈ പറയുന്ന ബ്ലോക്കുകളിൽ നിന്ന് പുറത്തേക്ക് വരാനുമൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ ബ്ലോക്കുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യാൻ ഒന്നുകിൽ നിങ്ങൾക്ക് തോന്നില്ല, ഇനി അതല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള പ്രയോജനം ഉണ്ടാവില്ല. കാരണം ഈ കമഴ്ത്തി വെച്ച കുടത്തിലെ വെള്ളം ഒഴിച്ചാൽ എന്താ സ്ഥിതി? കുടം നിറയോ? ഇതേ കാര്യം സംഭവിക്കും. അതായത് നമ്മൾ ഒന്ന് മെഡിറ്റേഷൻ ഇരിക്കാൻ തന്നെ പറ്റില്ല, ഇരിക്കാൻ തന്നെ തോന്നില്ല, നിങ്ങൾക്ക് അവിടെ തടസ്സങ്ങൾ വരും. അല്ലെങ്കിൽ ഇരുന്നാൽ തന്നെ ചിലപ്പോൾ ശ്രദ്ധ കിട്ടില്ല. മൂന്ന്, എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചിരുന്നാൽ പോലും അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ഗുണം അവിടെ ലഭിച്ചുകൊള്ളണമെന്നില്ല. കാരണം ഈ എനർജി സെന്റേഴ്സ് ബ്ലോക്കാണ്. ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരല്പം ടെക്നിക്കലായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആന്റിന കണക്ഷൻ കട്ടായി എന്നിരിക്കട്ടെ. ആന്റിന കണക്ഷൻ കട്ടായി, എത്ര ശക്തമായിട്ടുള്ള സിഗ്നലിന്റെ ചോട്ടിൽ കൊണ്ടുവച്ചിട്ടും ചിലപ്പോൾ കാര്യമുണ്ടായി എന്ന് വരില്ല. എന്നാൽ ആന്റിന കണക്ഷൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ബന്ധം, കോണ്ടാക്റ്റുകൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ അത് പിന്നെ സിഗ്നൽ എടുക്കാൻ തുടങ്ങും, നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് റിസീവ് ചെയ്യാൻ തുടങ്ങും, അത് അപ്ഡേറ്റ് ആകാൻ തുടങ്ങും, ബാക്കിയെല്ലാം അവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അപ്പോ ഇതിനെ ഈ പറയുന്ന മാതിരി എനർജി സെന്റേഴ്സിനെ ആക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ, ഈ പറഞ്ഞ മാതിരിയുള്ള മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള മാർഗങ്ങൾ, പൊതുവായിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞു. ഇനി അതിനപ്പുറമുള്ള മാർഗങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെയാണ് ഈ പറഞ്ഞ മാതിരി ചക്രാസിന്റെ പ്രാധാന്യം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം. ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ നമസ്കാരം. ഞാൻ സാറിന്റെ ഒരു പഴയ സ്റ്റുഡന്റ് ആണ്. ശ്രീജിത്താണ് എന്റെ പേര്. പറയൂ ശ്രീജിത്ത്.
ഞാൻ കുറെ സാറിന്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് ഉം. സാറ് ക്ലാസ്സുകളിൽ വരാനൊന്നും പറ്റുന്നില്ല. സാറ് ഇപ്പൊ പാലക്കാടൊക്കെ അപ്ഡേഷൻ ഇല്ല. ക്ലാസ് വെച്ചിട്ട് കുറേയായി. ഉം. ഓക്കെ. സാർ, നമ്മുടെ ഈ ചക്രാസിന്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പലവഴിയും കേൾക്കാറുണ്ട്, ഈ ഉം. ചക്രാസിന്റെ ഉം. കാര്യങ്ങൾ. ഉം. പക്ഷെ ഈ ചക്രാസിന്റെ ആ ഒരു നമുക്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ചക്രാസിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുമോ? നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ. ഫീൽ ചെയ്യാൻ മീൻസ് എന്താണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ നമുക്ക് ഈ എല്ലാ ചക്രങ്ങളുണ്ടല്ലോ, 7 ഉം. ചക്രം. ഉം. ഇതിന്റെ ആ ചക്രത്തിന്റെ പൊസിഷൻസ് ഉം. നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത്. മീൻസ് ഇവിടെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ആജ്ഞാചക്രമുണ്ട്. ആജ്ഞാചക്രം നമുക്ക് ഫീൽ ആജ്ഞാചക്രമുണ്ട്. ഈ ഈ ആജ്ഞാചക്രത്തിന്റെ അവിടെ ഫീൽ ചെയ്യാൻ അവിടെ മാത്രമാണ് നമുക്കൊരു ഫീല്. ഞാൻ അങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത്. ഇത് മാത്രമാണ് ബാക്കിയുള്ള ചക്രാസൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കാരണം ചോദിച്ചത്. ആജ്ഞ താങ്കൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന്റെ കാരണം അത് താങ്കൾക്ക് കൂടുതൽ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതായത് പക്ഷെ മറ്റുള്ള വേറെ ചക്രങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല എന്നാണോ? ഇല്ല, ഫീൽ ചെയ്യാറില്ല എന്നുള്ളതല്ല. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ അങ്ങ് വർക്ക് ചെയ്തോളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, സ്വാഭാവികമായിട്ടുള്ള സ്ഥിതി വന്നാൽ അത് കഴിച്ചതായിട്ടോ കുടിച്ചതായിട്ടുള്ള ഒരു ഫീല് ആ സമയത്തല്ലാതെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതെ അതെ, ഇല്ല ഇല്ല. ബട്ട് നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് അതെ തന്നെയാണ് അതിന്റെ ലക്ഷണം. അതേസമയം കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഡ്രെയിൻ ആയി വരും. അപ്പോൾ മനസ്സിലാവും എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കണം, മനസ്സിലാവും. ക്ലിയർ ആവുന്നുണ്ടോ? അതല്ലാതെ ഓക്കെ. ഇത് ആക്റ്റീവ് ആണെന്ന് സംതിങ് ഈസ് ദർ, അത് അവിടെ എന്തോ ഉണ്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? യെസ് സാർ, യെസ് സാർ. എന്തോ അവിടെ ഇപ്പൊ നോക്കൂ, ചില വ്യക്തികൾ അല്ലെങ്കിൽ കുറച്ചധികം വ്യക്തികളിൽ താങ്കൾ ഈ പറഞ്ഞ മാതിരി ആജ്ഞയുടെ ആക്ടിവേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അത് പലപ്പോഴും ഒരു അസ്വസ്ഥതയെ ഉണ്ടാക്കുന്നതല്ലേ. അവിടെ ഒരു വൈബ്രേഷൻ ഇങ്ങനെ ഫീൽ ചെയ്ത് നോക്കൂ. സാധാരണ നമ്മളെ ഡെയിലി ആക്ടിവിറ്റികൾ, ഒരു സാധാരണ വ്യക്തിയുടെ ആക്ടിവിറ്റികളെ അതൊരു മറ്റൊരു വിധത്തിൽ ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ശരിയാണ്. പക്ഷെ നമ്മൾ ഒരു ധ്യാനത്തിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ അജ്ഞാചക്രം നമുക്ക് ആക്ടിവേറ്റ് ആവുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഫീൽ ചെയ്യാം, കാരണം അത് എനർജി അത്രയും മാത്രം റിസീവ് ചെയ്യാണ്. സിംപ്ലി ആ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്തിരുന്ന സമയത്തൊന്ന് ഹീറ്റ് ആവും, അല്ലേ? ഇല്ലേ? അതെ അതെ. കാരണം ആ എനർജി അത് അക്യുമുലേറ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ്. പക്ഷെ സദാസമയം നമ്മുടെ ഫോൺ ഇങ്ങനെ ഹീറ്റ് ആയിക്കൊണ്ടേ ഇരുന്നാലോ? അപ്പൊ അത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നോർമലായി കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അത്രേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ ഇത്? യെസ് സാർ, യെസ് സാർ. ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും? സാറേ, സഹസ്രാര ആ, സഹസ്രാര ചക്രത്തെയും നമ്മളിങ്ങനെ ലൈറ്റ് വരുമെന്നൊക്കെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യുമല്ലേ, അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനൊന്നും വരത്തില്ല. ഇങ്ങനെ ശരീരത്തിലോട്ട് അങ്ങനൊന്നും എത്ര ശ്രമിച്ചാലും വരത്തില്ല. നമുക്ക് അതങ്ങോട്ട്, അതൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന് കാരണങ്ങൾ, പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, കൃത്യമായിട്ട് ആ ഫ്ലോ സംഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാകാം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതിന് രുചിയോ ഗന്ധമോ ഇല്ല, അല്ലേ? അതുപോലെ തന്നെ വായു നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുന്നുള്ളൂ, അതിനെ കാണാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വായു ഇല്ലാതില്ല. അപ്പൊ ഈ പറയുന്ന എനർജി അവിടെ വരുന്നുണ്ട്, ബട്ട് അത് ഫീൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഫീൽ ചെയ്യാൻ പറ്റിയേക്കും, ചില സാഹചര്യങ്ങളിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടു, നമ്മൾ കംഫർട്ടബിൾ ആണോ? ഓരോ ചക്രാസിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ചക്രാസിനെ കുറിച്ചും അതിന്റെ സവിശേഷതകളെ കുറിച്ചും, അത് ആക്റ്റീവ് ആയാലും തിരിച്ചായാലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ബ്ലോക്ക് ആയാലും എന്താ സംഭവിക്കുന്നതിലേക്ക് വരാം. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, ഇതേ നോക്കേണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അതല്ലാതെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതേ വിധത്തില് ചില ആളുകൾക്ക് ചില വിധത്തിൽ ചില കാര്യങ്ങൾ പറ്റും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുമ്പേ എന്റെ ചേട്ടന്റെ വൈഫ് പിന്നെ ഈ മുട്ട് 2 ഓപ്പറേഷൻ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ആ കൂടെ നിന്നെ. ഞാനാണ് ഡെയിലി വെയിറ്റ്, ഒരു കാര്യം പറയട്ടെ. അത് നമ്മുടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ സന്ദർഭവശാൽ ഞാൻ പറയുന്നതാണ്. ഇപ്പോ സോറി, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. മുട്ട് 2 ഓപ്പറേഷൻ ചെയ്തിട്ടെന്ന് പറഞ്ഞില്ലേ, അതിനിടയിൽ എന്താ ചെയ്തത്?
ഞാനാ കൂടെ നിന്നേ. നോ നോ ഞാനിങ്ങനെ നോ നോ ഇപ്പോ ഇത് പറയുന്ന സമയത്ത് ഞാൻ തൊട്ട് കാണിച്ചു. അതാണ് ഇത് വലിയ പ്രശ്നമാണ്. ആ ആ ഇത് വലിയ പ്രശ്നമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സബ് കോൺഷ്യസിന് അറിയില്ല ഇത് ആരുടെയാ ഏതാണെന്നറിയില്ല. അപ്പോഴാ ഇവൻ പോയി തൊട്ട്, അറ്റ്ലീസ്റ്റ് അവൻ വിചാരിക്കും ആരുടെയോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോഴാ തൊട്ട് കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം മറ്റൊരാളുടെ ഒരു അവസ്ഥയെ പറയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ തൊടരുത്. മനസ്സിലായോ? അയാൾക്ക് ചിലപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടാകും, അത് ഇവിടെയാ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവനവന്റെ ശരീരഭാഗങ്ങളിൽ തൊടരുത്. അത് പറഞ്ഞാൽ മതി. അത് പറയുമ്പോഴും ശ്രദ്ധിക്കണം, ആ ആളുടെ ഇന്ന ഭാഗത്ത് എന്ന് പറയണം. ആ അത് അതങ്ങനെ നമ്മുടെ പോയി. സബ് കോൺഷ്യസ് ഒരിക്കലും ഏറ്റെടുക്കരുത് കേട്ടോ. ഇല്ല സാറേ. എന്നിട്ട് ഇനി പറയൂ. പോയിട്ട് ഞാൻ ഈ ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് അവിടെ വെച്ച് അങ്ങനെ ജപിക്കാനൊന്നും. പക്ഷേ ഈ പുള്ളിക്കാരി ഫുൾ ടൈം കിടന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ ഡിഫറെന്റാ പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം. എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ഈ ഒരാഴ്ച അവിടെ നിന്നപ്പം എന്റെ എനർജി ലെവൽ എല്ലാം പോയി. എനിക്ക് ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അതിന്റെ പരിഹാരമാണോ ചോദിക്കുന്നത്? അതിന്റെ പരിഹാരമാണ് ചോദിക്കുന്നത്. ഭയങ്കര അതിന്റെ പരിഹാരം വളരെ ചെറിയ പരിഹാരമാണ്. അവിടെ നിന്ന സമയത്ത് ശരീരം മുഷിഞ്ഞില്ലേ അതുപോലെ? ഇല്ലേ? ശരീരം മുഷിഞ്ഞില്ലേ? മുഷിഞ്ഞില്ല. നോ നോ, ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നന്നായിട്ട് വേർത്തിട്ടുണ്ടാകും. അതുപോലെ അവിടെ ഹോസ്പിറ്റലിലെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ടാകും. രോഗികളായിട്ടുള്ള ആൾക്കാരോടൊപ്പം ചേർന്ന് ഇടപഴകിയിട്ടുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരത്തിലും അതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനിടയില്ലേ? അപ്പൊ എന്ത് ചെയ്തു? മനസ്സിലായില്ല സാറേ. മനസ്സിലായില്ല? ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ നന്നായിട്ട് കുളിച്ച് വസ്ത്രങ്ങളൊക്കെ ഭംഗിയാക്കി വൃത്തിയാക്കി വെച്ചോ? വെച്ചു. സാധാരണ ഇടങ്ങളിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് വരുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ വൃത്തിയാക്കി വെച്ചോ? വെച്ചു. അതെന്താ? എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ശരീരം വൃത്തിയാക്കി വെച്ചു, വസ്ത്രങ്ങളും വൃത്തിയാക്കി വെച്ചു. ഇതിനിടയിൽ വൃത്തിയാക്കി വെക്കാൻ വിട്ടുപോയൊന്നുണ്ട്, മനസ്സ്. അതുകൂടി വൃത്തിയാക്കി വെക്കണം. അതിനെ മെഡിറ്റേഷൻ, അഫർമേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. വേണമെങ്കിൽ ഒരു ദേവാലയ ദർശനം, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അവർക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് മനസ്സിലായോ? മനസ്സിലായി സാറേ, മനസ്സിലായി. പലപ്പോഴും നമ്മുടെ ശരീരം വൃത്തിയാക്കി വെക്കും, വസ്ത്രങ്ങൾ വൃത്തിയാക്കി വെക്കും, പക്ഷെ മനസ്സ് വൃത്തിയാക്കി വെക്കാൻ വിട്ടുപോകും. അതാണ് കാര്യമായിട്ട് വൃത്തിയാക്കി വെക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വരാം. ശരി, പറയൂ. ഒരു ഡൗട്ട് ഉണ്ടേ. പറയൂ. നമുക്ക് ആജ്ഞാചക്രം ഫീലിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, മൂലാധാരം, സ്വാധിഷ്ഠാനം അങ്ങനെയുള്ള ഒരു സ്റ്റെപ്പ് ബൈ ആക്ടിവേറ്റ് ആയതുകൊണ്ടാണോ അത് നമുക്ക് കിട്ടിയത്, അതോ മറ്റു ചക്രാംശങ്ങളിൽ അതുപോലെ ആക്ടിവേഷൻ നടന്നിട്ടുണ്ടാവും എന്നതാണ്? അത് ആക്ടിവേഷൻ ആയതുകൊണ്ട് തന്നെ മാത്രമായിരിക്കും ഇത് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല, ഇത് ഫീൽ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഈ പറയുന്ന ഭാഗത്തിന് നമ്മുടെ പുരികമധ്യം, ഇതാണ് ആജ്ഞ പറയുന്നത്, ഈ ഭാഗം കുറച്ചുകൂടി സെൻസിറ്റീവാണ് താരതമ്യേന നമ്മുടെ മറ്റ് ശരീരഭാഗങ്ങളെ അപേക്ഷിച്ച്. ഈ ഭാഗം കുറച്ചുകൂടി സെൻസിറ്റീവാണ്. അതുകൊണ്ട് കുറച്ച് കൂടി നന്നായിട്ട് നമുക്കത് അറിയാൻ പറ്റുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ് കേട്ടോ. അതല്ലാതെ ഇത് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് ഫീൽ ചെയ്യുന്നത് മറ്റുള്ള ചക്രങ്ങളെല്ലാം ആക്റ്റീവ് ആയി എന്നുള്ളതിന്റെ ഒരു സിംറ്റമായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്ലിയർ ആയോ? ഓക്കെ. പക്ഷേ പല ടൈമുകളിലായിട്ട് ഇപ്പം റീസെന്റ് സംഭവിച്ചിട്ടുണ്ട്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പല സമയങ്ങളിലും ഇതേ രീതിയിൽ വന്നിട്ടുണ്ട്. ശരി. അത് ഈ പറയുന്ന മാതിരിയുള്ള എനർജി ഫ്ലോകൾ തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. സെൻസിറ്റീവ് ആയതുകൊണ്ടും കുറച്ചു കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ടും തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. ഞാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നതായിരുന്നു. അപ്പം യോഗ പോലുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, ഗുഡ്. അതെല്ലാം ഇതിനുള്ള മാർഗങ്ങളാണ്. നമുക്ക് ഓക്കെ. അപ്പം ഇത് ഇങ്ങനെ ഇപ്പം അജ്ഞായിൽ ഉണ്ടായിരുന്ന സാറിന് നമ്മള് എറണാകുളത്ത് ഒരു കോഴ്സ് ഇത് ചെയ്ത സമയത്ത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയത്തും അല്ല, നമ്മളല്ലാതെ ഒരു പ്രാക്ടീസ് സെക്ഷനിൽ വന്നപ്പോൾ അപ്പം അങ്ങനെ വന്ന സമയത്ത് അപ്പം അത് അല്ല പ്രാക്ടീസ് സെഷന്റെ ഒരു ഈ റീസെന്റ് നടന്ന ഒരു ഇതായിരുന്നു. അതിന്റെ മെഡിറ്റേഷന്റെ സമയത്താണോ? അതെ. ശരി. അത്തരം സാഹചര്യങ്ങളിൽ പൊതുവിൽ എനർജി ഫ്ലോ വളരെ കൂടുതലായിരിക്കും.
ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മറ്റ് അതായത് മൂലാധാര സ്വാധിഷ്ഠാനം ഇങ്ങനെയുള്ളതിനകത്ത് ഉം. വൈബ്രേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഉണ്ടായിട്ടുണ്ടാകാം നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഉണ്ടായിട്ടുണ്ടാകും. അതെ പക്ഷെ ഇന്ന നമ്മുടെ ശ്രദ്ധ കൂടുതൽ വരുന്നത് ഈ ഭാഗത്താണ്, അതുകൊണ്ട് അത് അറിയാൻ പറ്റുന്നു കൂടുതലായിട്ട്, അത്രയേ എന്ന് ഉള്ളൂ. മാത്രമേ ഉള്ളൂ. അതെ അതെ. ഓക്കെ. ശരി. അത് ഇന്ന ചക്രാസ് ആദ്യമേ ഓപ്പൺ ആവുക അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ആവുക അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റുമോ? ഇല്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാ ചക്രകളും ആ, സന്തുലനാവസ്ഥയിലായിരിക്കണം. അപ്പോഴാണ് ഈ പറയുന്ന വിധത്തിലുള്ള പൂർണ്ണാരോഗ്യം എന്ന് പറഞ്ഞാൽ ശാരീരിക ആരോഗ്യം മസിലൊന്നുമല്ല ഞാൻ പറയുന്നത്, ശാരീരിക മാനസിക വൈകാരികമായിട്ടുള്ള സന്തുലനം, ആത്മീയമായിട്ടുള്ള ശാരീരിക മാനസിക വൈകാരിക ആത്മീയ സന്തുലനം അവിടെ സംഭവിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ അഗ്നിചക്രം ശുദ്ധി അങ്ങനെയൊക്കെയാണല്ലോ ഏറ്റവും ടോപ്പ് ആയിട്ട് പറയുന്നത്. അങ്ങനെ ടോപ്പ് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കണക്കാക്കി നോക്കൂ, ഒരു അങ്ങനെ നമ്മൾ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് പറയാൻ പറ്റുമോ? അതെ അതെ. അപ്പൊ അങ്ങനെ കണക്കാക്കേണ്ടതായിട്ടില്ല. എല്ലാത്തിനും തുല്യ എല്ലാത്തിനും ഉണ്ട്. ഇപ്പൊ പ്രാധാന്യം നമ്മളൊരു ഒരു കൊടുക്കണം. ചെടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റോസ് ചെടി എടുക്കുന്നു, അതിന്റെ ഏത് ഭാഗമാണ് ഏറ്റവും മൂല്യമേറിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നു പൂവ് എന്ന് പറയുന്നു. പക്ഷെ വേരില്ലെങ്കിൽ എവിടെയാ പൂവ്? ഇലയില്ലെങ്കിലും എവിടെയാ പൂവ്? തണ്ടില്ലെങ്കിൽ എവിടെയാ പൂവ്? മനസ്സിലായോ? ഇതെല്ലാം വേണം, എല്ലാം പരസ്പരം പൂരകങ്ങളാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, ചക്രകളെ കുറിച്ചും അതിന്റെ ഓക്കെ ഓക്കെ വ്യത്യാസങ്ങളെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കും കേട്ടോ. ഓക്കെ. ഈ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പൊ ആ, സാറിന്റെ ഇതിൽ നിന്നാണ് എനിക്ക് കിട്ടിയെന്നല്ല, ശരി അങ്ങനെ ഒരു ചിന്ത കിട്ടിയതും അല്ലേ. ഓക്കെ, താങ്ക് യു ശരി. സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. സാർ അപ്പൊ ഒരു ആ, സംശയം. പറയൂ. അതെ, ഈ സാർ ഇപ്പൊ ക്ലാസ്സിൽ പിരമിഡ് പോലത്തെ ഷേപ്പ്. ഇതിൽ കൂടുതൽ എനർജി ഫ്ലോ അതെ ഉണ്ടാവും പറഞ്ഞില്ല, അതെ. അത് വീടുകളിലും ബാധകമാണോ അത്? വീടുകളിൽ ബാധകമാണ്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, ഈ പറയുന്ന നോക്കൂ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ റേഞ്ച് നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ? പക്ഷെ വീട്ടിന്റെ മുന്നിൽ ഒരു മൊബൈൽ ടവർ വന്നാൽ എങ്ങനെ ഉണ്ടാകും? അതാണ് അത്രേ ചോദിച്ചത് ഉള്ളൂ. ഞാൻ. നമുക്ക് അത്ര ഫ്ലോ സ്ഥിരമായിട്ട് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ. കാരണം ഈ ചക്ര നമ്മൾ ഇപ്പൊ തന്നെ പോകുന്നുണ്ട്, ചക്രകളുടെ ഓരോ ചക്രകളും അതിന്റെ ആ, അത് ആക്റ്റീവായാലും ഡീആക്റ്റീവായാലും ഉള്ള വ്യത്യാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് അത് മനസ്സിലാവും. കൂടുതൽ ആക്ടിവേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. താങ്ക് യു. മറ്റെന്തെങ്കിലും? സാറേ പറയൂ പറയൂ സുമ പറയൂ. ഒരു ചെറിയ ഡൗട്ടേ, നമ്മുടെ ആ, ഈ ഓരോ വ്യക്തികളുടെയും നമ്മുടെ ഒരു ലൈഫ് ഫോഴ്സ് ഉള്ള ഒരു എനർജി, അതും കോസ്മിക് എനർജി ട്യൂൺഡ് ആയാൽ മാത്രമല്ലേ ശരിക്കും എനർജി ഫ്ലോ ട്യൂണിങ് ഞാൻ ആദ്യ ഭാഗം കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? അതായത് ഓരോ വ്യക്തികളിലെ എനർജിയും ആ, കോസ്മിക് എനർജിയും തമ്മിൽ ട്യൂണിങ് ആയാൽ അതെ അതെ മാത്രമല്ലേ ശരിക്കും എനർജി ഫ്ലോ? അത് അതെ അതെ അതിനെക്കുറിച്ച് സാറ് അതെ 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 വ്യക്തമാക്കാം. അതെ അതെ. നോക്കൂ, ഇത്രയേ ഉള്ളൂ. അതെങ്ങനെ? നിങ്ങളുടെ മൊബൈൽ ഫോൺ എത്ര തന്നെ ഫെസിലിറ്റീസ് ഉള്ളതായാലും എത്ര തന്നെ ഓപ്ഷൻ ഉള്ളതായാലും ശരി, ഈ ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അതുകൊണ്ട്? അല്ലെങ്കിൽ 2G 3G ആയിപ്പോയാൽ എന്താ കാര്യം അതുകൊണ്ട്? അത്രയേ ഉള്ളൂ. അത് കറക്റ്റ് ട്യൂണിങ് ആയിരിക്കണം അല്ലേ? അതെ അതെ. കറക്റ്റ് ഫ്ലോ ഒക്കെ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു. പറയൂ. സാർ ഒരു മിനിറ്റ്. പറയൂ. സാറിനറിയാലോ ഞാൻ റെക്കിയാണെന്നുള്ളത് അറിയാലോ. ഉം, ഞാനത് 2 ദിവസം എടുത്തതാണ്. ഉം, അപ്പൊ എനിക്ക് ഭയങ്കര പവറായിരുന്നു. ഉം, മെഡിറ്റേഷൻ ഇരിക്കുമ്പോ ഉം. ഒരു പുലർച്ചെ 3 മണിക്ക് ഞാൻ പെട്ടെന്ന് ഉണരും. ശരി. ഉണരുമ്പോ എന്റെ എല്ലാ ചക്രയും ആക്റ്റീവാണ്. വിരലുകളുടെ തുമ്പ് വരെ ഭയങ്കര ചിറക്കിങ് ആയിരിക്കും, ശരി. വൈബ്രേഷൻ ആയിരിക്കും. ഉം. അങ്ങനെ ഉണ്ടായിരുന്ന ഞാനിപ്പോ എനിക്ക് മെഡിറ്റേഷൻ ഇരിക്കാൻ തന്നെ തോന്നുന്നില്ല. ഇരിക്കുമ്പോ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കൈ കാല് കഴപ്പ്, അത് ഭയങ്കര ഈ ബുദ്ധിമുട്ട്. പറഞ്ഞ എനിക്ക് മാതിരില്ല, അപ്പൊ അന്നേരം അതെല്ലാം എണീക്കണം. ആക്റ്റീവ് ആയിരുന്നു. നോർമലി കഴിഞ്ഞു വന്ന ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് എനർജി സെന്റേഴ്സ് എല്ലാം ആക്റ്റീവായി കൂടുതൽ നന്നായി. പക്ഷെ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ഡീആക്റ്റീവ് ആവുകയോ അത് മങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. വീക്കായി പോവുകയോ ഒക്കെ ചെയ്തു. അതാണ് എനിക്ക് തോന്നേ സംഭവിച്ചിരിക്കുന്നത്. സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് മാജിക് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. മേ ബി. ശരി ശരി. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് അത് ആക്റ്റീവ് ആക്കി എടുക്കാം. മറ്റു സാർ കാര്യങ്ങളിലേക്ക് വരാം. ഒരു പറഞ്ഞു സംശയം ഇത് പറയാൻ മുമ്പോട്ട് പറയാനുള്ള വിഷയമാണെന്ന് അറിയില്ല. ഈ പറഞ്ഞു. ചക്രയിൽ ഓരോ കളേഴ്സും കൊടുത്തിട്ടുണ്ടല്ലോ, ഉവ്വ അതൊന്ന് ഉവ്വ ഉവ്വ ഉണ്ട്. അതിനെ പറ്റിയാ? അതിനെക്കുറിച്ച് കളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി ശരി. നമുക്കപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഞാൻ തൽക്കാലം ഒന്ന് മ്യൂട്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സംശയം ചോദിക്കാനുള്ള ഒരു സാഹചര്യം കൂടി തരാം. സാധാരണഗതിയിൽ 7 ചക്രാസ് ആണെന്നാണ് സങ്കല്പം.
ഏഴ് ചക്രാസ് എന്ന് പറയുമ്പോഴും ശരിക്കും നൂറുകണക്കിന് ചക്രകൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട എനർജി സെന്ററുകളായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഈ 7 ചക്രകളാണ്. അതിൽ ആദ്യത്തെ ചക്ര പറയുന്നത് മൂലാധാര ചക്ര. മൂലാധാര ചക്ര എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മലദ്വാരത്തിനും അവരുടെ ലിംഗത്തിനും ഇടയിൽ വരുന്ന ഭാഗത്താണ് ഈ മൂലാധാര ചക്ര നിലനിൽക്കുന്നത്. അതിൻ്റെ നിറം പറയുന്നത് ചുവപ്പാണ് മൂലാധാര ചക്രയുടെ നിറം പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ചക്രകൾക്കും ഒരു ശബ്ദമുണ്ട്. ശബ്ദം മീൻസ് മന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഈ നിറമായാലും ശബ്ദമായാലും അതൊരു ഒരു ഒരു പ്രത്യേക എനർജിയിലേക്കുള്ള ട്യൂണിങ്, ഒരു പ്രത്യേക എനർജി ഓർ വേവ് ലെങ്തിലേക്കുള്ള ട്യൂണിങ് ആണ് എന്ന് തൽക്കാലം കരുതുക. കൂടുതൽ വിശദമായിട്ട് മറ്റൊരിക്കൽ പറയാം. ട്യൂണിങ് ആണ് എന്ന് തൽക്കാലം കരുതുക. ഈ പറയുന്ന മൂലാധാര ചക്രയുടെ നിറം ചുവപ്പാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം പറയുന്നത് ലം എന്നുള്ള ശബ്ദമാണ്. അതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മന്ത്രമായിട്ട് കണക്കാക്കുന്നത് ലം എന്നുള്ളതാണ്. ഈ മൂലാധാര ചക്ര ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാധീനിക്കുന്നത് ആ വ്യക്തിയുടെ അതിജീവനം, അതുപോലെ സ്ഥിരത, ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ ലക്ഷ്യബോധം, സ്വയം പര്യാപ്തത, ഇതെല്ലാം മൂലാധാര ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മൂലാധാര ചക്ര ശരിക്കും ആക്റ്റീവ് ആണെങ്കിൽ, അതല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഹെൽത്തി ആണെങ്കിൽ, എനർജറ്റിക് ആണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും. ഇവിടെ പറഞ്ഞു ആഗ്രഹങ്ങൾ, സ്ഥിരത, സ്വയം പര്യാപ്തത, ഇതൊക്കെ പരോക്ഷമായിട്ടാണെങ്കിലും ബന്ധപ്പെട്ടിരിക്കുന്നത് സമ്പത്തുമായിട്ടാണ്. കഴിഞ്ഞ ഒരു വെബിനാറിൽ അത് പറഞ്ഞു. വെബിനാറിലോ വീഡിയോയിലോ ഇവിടെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. സമ്പത്തുമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മൂലാധാര ചക്ര ബ്ലോക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും കാരണം കൊണ്ട് വീക്ക് ആണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം താരതമ്യേന ഡൗൺ ആയിരിക്കും. അപ്പൊ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നു. ആഗ്രഹങ്ങളില്ലാത്തത് ആത്മീയതയുടെ മറ്റൊരു തലമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ അയാളിൽ നിരാശയായിരിക്കും കൊണ്ടുവരിക. മുന്നോട്ട് ജീവിക്കാനുള്ള പ്രേരണയെ കെടുത്തിക്കളയും. എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. പൂർണ്ണമായിട്ടും ചിലപ്പോൾ ചില ആളുകൾ പറയാറില്ലേ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ചോദിക്കാറില്ലേ? കാരണം അവർക്ക് ജീവിതത്തിലെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമില്ല. അതുപോലെ അതിജീവനം പറഞ്ഞു, മുന്നോട്ട് ജീവിച്ചു പോകണം എന്നുള്ള സംഗതികളൊന്നുമില്ല, ലക്ഷ്യബോധമില്ല. ഇതൊക്കെ സംഭവിക്കുന്നതിനും ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് പറയപ്പെടുന്നത് മൂലാധാര ചക്ര വീക്കായി പോകുന്നതാണ്. അതിൽ ശോഷിച്ചു പോവുകയാണ്. അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയോ ഈ പറഞ്ഞ വിധത്തിലുള്ള എനർജിയെ ആഗിരണം ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഞാനിതൊക്കെ പറയുമ്പോൾ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഈ പറയുന്ന സിംറ്റംസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ, ഇതിനെല്ലാം ഈ പറയുന്ന സിംറ്റങ്ങൾക്ക്, ഈ പറയുന്ന കാരണങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേറെ കാരണങ്ങളും ഉണ്ടാകാം, മറ്റു കാരണങ്ങളും ഉണ്ടാകാം. മാനസികമോ വൈകാരികമോ ആയിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാകാം. ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതിലേക്കൊക്കെ നയിക്കുന്നതോ അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണമാകുന്നതോ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാതെ ഇതെന്നെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചേർത്ത് പിടിക്കണ്ട. കാരണം മറ്റെല്ലാ പ്രതീക്ഷകളും മറ്റെല്ലാ രീതികളും നിങ്ങൾ അവിടെ ഉപേക്ഷിക്കരുത്. വീണ്ടും ഞാൻ ഒന്നുകൂടി പറയുന്നു, കഴിയുന്നിടത്തോളം ശാസ്ത്രബോധത്തോടു കൂടി തന്നെ കാര്യങ്ങളെ കാണണം. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിന് അതീതമായിരിക്കുന്നത് ചിലതുണ്ടെന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ചോളൂ. എനിവേ, അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ, ലക്ഷ്യബോധമില്ലായ്മ, ആഗ്രഹങ്ങളില്ലായ്മ, അതുപോലെ തന്നെ ഒരു ഊർജ്ജസ്വലത കുറവ്, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കമന്റ് ചെയ്ത് വെക്കി, കാണട്ടെ. ഏകദേശം എത്രത്തോളം പേർക്ക് ഇതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആക്റ്റീവ് ആകുകയും വേണം. സമയം വൈകി വരുന്നു, ഉറക്കത്തിലേക്ക് പോകരുത്, ഒന്ന് ആക്റ്റീവ് ആവുകയും വേണം. സോ ഒന്ന് കമന്റ് ഇട്ട് വെക്കും.
അപ്പോ മൂലാധാര ചക്ര. 2 സ്വാധിഷ്ഠാന ചക്ര. സ്വാധിഷ്ഠാന ചക്ര. സ്വാധിഷ്ഠാന ചക്രയുടെ നിറം ഓറഞ്ച് ആണ്. സ്വാധിഷ്ഠാന ചക്രയുടെ നിറം പറയുന്നത് ഓറഞ്ച് ആണ്. അതുപോലെ അതിന്റെ ശബ്ദം അഥവാ മന്ത്രം എന്ന് പറയുന്നത് വം എന്നുള്ള മന്ത്രമാണ്. വം. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിട്ടുപോയി. ഈ പറയുന്ന അറിവുകളിൽ, ഈ ചക്ര സംബന്ധമായിട്ടുള്ള അറിവുകളിൽ അറിവുകളൊക്കെ സംഭാവന ചെയ്തിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള ഋഷിമാരാണ്. അവരുടെ ധ്യാനത്തിലൂടെയും അവരുടെ നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളാണിതെല്ലാം. അതിൽ പ്രമുഖ സ്ഥാനമുള്ളത് പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി മഹർഷി, അദ്ദേഹത്തിൻ്റെ പാതഞ്ജല യോഗസൂത്രം തുടങ്ങിയ കുറേയധികം ഗ്രന്ഥങ്ങളുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ, അതാത് അറിവുകളുടെ ആചാര്യസ്ഥാനത്ത് അതാത് ഋഷിമാരെന്ന് പറഞ്ഞാൽ അതാത് കാര്യങ്ങൾ കണ്ടെത്തിയ ആ വ്യക്തികളെ ഒന്ന് സങ്കല്പിക്കാറുണ്ട്. അങ്ങനെ സങ്കല്പിക്കുന്നതിന് ഒരു ശാസ്ത്രീയതയും കൂടിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞാൽ, അത് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങളെ കാണാനും കൂടുതൽ ആഴത്തിൽ കാര്യങ്ങളെ അറിയാനും, അതായത് ആ വ്യക്തി അന്ന് കടന്നു പോയ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ, കാഴ്ചപ്പാട്, അതിൻ്റെ ഒരു ഭാഗമെങ്കിലും കൈവരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ കാര്യങ്ങളെ കൂടുതൽ ഭംഗിയായിട്ട് മനസ്സിലാക്കാം. ഇപ്പൊ നോക്കൂ, നമ്മൾ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതിൽ ഗ്രന്ഥകാരനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടാകും. എത്ര പേര് അത് നോക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ചുരുക്കി അതിലുണ്ടാവും. എന്തിനാണെന്ന് പറഞ്ഞാൽ, ആ മാനസികാവസ്ഥയിൽ നിലനിന്നുകൊണ്ട്, ആ മാനസികാവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുസ്തകം വായിച്ച്, അതുപോലെ തന്നെ ആ ഗ്രന്ഥകാരൻ്റെ ഒരു ചിത്രം ചിലപ്പോൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആഴത്തിൽ അറിവുകളെ ആർജിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ്. അപ്പൊ ഈ പറയുന്ന അറിവുകളുടെ എല്ലാം ആചാര്യൻ നേതൃസ്ഥാനത്തുള്ള ആചാര്യൻ എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയാണ്. അത് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സ്വാധിഷ്ഠാന ചക്രത്തെ കുറിച്ചാണ്. സ്വാധിഷ്ഠാന ചക്രത്തിന്റെ നിറം ഓറഞ്ച് ആണെന്ന് പറഞ്ഞു. അതിന്റെ ശബ്ദം അഥവാ മന്ത്രം വം ആണെന്ന് പറഞ്ഞു. ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പൊക്കിളിന്റെ ഒരു 4 വിരൽ താഴെയായിട്ടാണ്. പൊക്കിളിനും ജനനേന്ദ്രിയത്തിനും ഇടയിൽ, പൊക്കിളിന്റെ അവിടെ നിന്ന് ഒരു 4 വിരൽ താഴെയായിട്ടാണ് ഈ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഈ സ്വാധിഷ്ഠാന ചക്രത്തിന്റെ സവിശേഷതകള്, ഒന്ന് ഇമോഷണൽ. സ്വാധിഷ്ഠാന ചക്രം വീക്കാണ് എങ്കിൽ, ശോഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകും. അതായത് വൈകാരികമായിട്ടുള്ള സ്റ്റെബിലിറ്റി കുറവ്, വൈകാരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ അവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വ്യക്തികൾ അനവസരങ്ങളിലും അനാവശ്യമായിട്ടുമൊക്കെ പ്രകോപിതരാകും. സ്വയം ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്ക്. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതുപോലെ പ്രകോപിതരാകും. പിന്നെ മറ്റൊന്ന്, സർഗാത്മകമായിട്ടുള്ള കഴിവുകളിൽ കുറവ് വരും. അതുപോലെ സന്തോഷം, സ്വാഭാവികമായിട്ടുള്ള സന്തോഷത്തിൽ കുറവ് വരും. പോസിറ്റീവായിരിക്കാനുള്ള, പ്രചോദനാത്മകമായിട്ടിരിക്കാനുള്ള ആ അവസ്ഥയിൽ കുറവ് വരും. ഇതൊക്കെ സംഭവിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. ശബ്ദമില്ലേ? ഒന്ന് കമന്റ് ചെയ്യുക ആരെങ്കിലും ഒക്കെ. സൗണ്ട് ഇല്ല എന്നാരും പറഞ്ഞു കേൾക്കുന്നു. ഉണ്ട്, ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സ്വാധിഷ്ഠാന ചക്രം പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഊർജ സ്വീകരണവും പ്രസരണവും അവിടെ സംഭവിക്കുകയാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും. ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങളെ കളിയാക്കി ഒരു 10 അസഭ്യം പറയുകയും ചെയ്താൽ നത്തിങ്, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സ്പിരിച്വലി നല്ല ആക്റ്റീവായിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്പിരിച്വലി എൻലൈറ്റഡ് ആയിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അവരെ ഒരാൾ പോയി കളിയാക്കി അവരെ ട്രോൾ ചെയ്യുകയോ ചെയ്താൽ നത്തിങ്, അവരെ തിരിച്ച് പ്രതികരിക്കാനേ പോവില്ല. അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ പറഞ്ഞ മാതിരി ഇമോഷണലി അവർ സ്റ്റേബിൾ ആണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
അതുപോലെ തന്നെ സർഗാത്മകത വളരെ കൂടുതലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനും ചെയ്യാനും എല്ലാം അവിടെ സാധിക്കും. വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാധിഷ്ഠാന ചക്ര വളരെ ആക്റ്റീവായിരിക്കും. എഴുത്തുകാര്, പാട്ടുകാര്, അതുപോലെ നല്ല നൃത്തം ചെയ്യുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള സർഗാത്മകമായിട്ടുള്ള ശേഷികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാധിഷ്ഠാന ചക്ര വളരെ ആക്റ്റീവായിരിക്കും, വളരെ ഗംഭീരമായിട്ട് ആക്റ്റീവായിരിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങളിൽ സർഗാത്മകതയിലും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും ഒക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അസ്വസ്ഥതകൾ തീർക്കുന്നുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യം വളരെ വളരെ ശ്രദ്ധിക്കണം. അടുത്ത മൂന്നാമത്തെ ചക്രയിലേക്ക് നമ്മൾ പോകുന്നത് മണിപൂരക ചക്രയാണ്. മണിപൂരക ചക്രയുടെ നിറം എന്ന് പറയുന്നത് യെല്ലോ ആണ്, മഞ്ഞ നിറമാണ്. അതിൻ്റെ ശബ്ദം റാം, ഇതാണ് എൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, റാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശബ്ദം അഥവാ മന്ത്രം ഏത് തന്നെയായാലും, മന്ത്രത്തിനൊക്കെ ഛന്ദസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട്. ഛന്ദസ് എന്നൊക്കെ പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ പറയുന്നില്ല, അത് നമ്മൾ ഈ പറയുന്ന ശബ്ദങ്ങൾ നമ്മളൊരു വൈബ്രേഷൻ സംഭവിക്കണം. ആ ശബ്ദം ഒരു കമ്പനം എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ, ഒരു കമ്പനം സംഭവിപ്പിക്കണം. അപ്പോഴാണ് ശരിക്കും അത് ആക്റ്റീവ് ആകുന്നത്. ശരിക്കും എന്താ അതിൻ്റെ ഒരു വാക്ക്, പ്രയോജനപ്രദമാകുന്നത്. ശരിക്കും പ്രയോജനപ്രദമാകും. നമ്മൾ ഈ ഓം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജപിക്കില്ല, അതിലേക്ക് ഞാൻ വരാം. അതും ഒരു മന്ത്രം തന്നെയാണ്, അതിലേക്ക് ഞാൻ വരാം. അത് നമ്മളൊരു വൈബ്രേഷൻ ഉണ്ടാക്കണം. അപ്പോഴാണ് ശരിക്കും അതുകൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകുന്നത്. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്, ഈ ചക്രയുടെ സ്ഥാനം നാഭിക്കും വാരിയെല്ലിനും ഇടയിലായിട്ടാണ് വരുന്നത്. നാഭിക്കും വാരിയെല്ലിനും ഇടയിലായിട്ടാണ് മണിപൂരക ചക്രം വരുന്നത്. മണിപൂരക ചക്രം താരതമ്യേന ശോഷിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ വീക്കാണെങ്കിൽ വ്യക്തികളിൽ സംഭവിക്കുന്നത് ഒന്ന് അഹങ്കാരമുണ്ടാകും. അഹങ്കാരം, കോപം, അതായത് പെട്ടെന്നുണ്ടാകുന്ന അകാരണമായിട്ടുള്ള ദേഷ്യവും കോപവും തമ്മിൽ വ്യത്യാസമുണ്ട്. കോപം, അതുപോലെ ദഹന പ്രശ്നങ്ങൾ, പ്രമേഹം, വിഷാദം, അതുപോലെ കരൾ രോഗങ്ങൾ, ഇതിനെല്ലാം സാധാരണഗതിയിൽ കാരണമാകും മണിപൂരക ചക്രം ശോഷിച്ചു പോവുക അല്ലെങ്കിൽ വീക്കാവുകയോ ചെയ്താൽ. വേണ്ട വിധത്തിൽ കോസ്മിക് എനർജി എടുക്കുന്നതിൽ, പ്രസരണം ചെയ്യുന്നതിൽ ഒക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന മണിപൂരക ചക്രം ആക്റ്റീവായിരുന്നു കഴിഞ്ഞാൽ എത്ര ഗംഭീരമായിരിക്കും. ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നല്ല കൃത്യമായിട്ടുള്ള ഡൈജഷൻ, അതുപോലെ വളരെ ശാന്തമായിട്ടുള്ള, കോപത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള മാനസികാവസ്ഥ, പൊതുവിൽ ഹെൽത്തി ആയിട്ടുള്ള ശാരീരികാവസ്ഥ, വിഷാദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വളരെ ശാന്തവും സന്തോഷകരവുമായിട്ടുള്ള മാനസികാവസ്ഥ, മാനസിക വൈകാരികാവസ്ഥകൾ എത്ര ഗംഭീരമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിരുദ്ധമാണ് എങ്കിൽ, വ്യത്യസ്തമാണ് സ്ഥിതിയെങ്കിൽ ഒന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. സ്ഥിരമായിട്ട് ഡൈജഷൻ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, സ്ഥിരമായിട്ട് വിഷാദത്തിലേക്ക് പോകുന്നുണ്ട്, വളരെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ആയിട്ട് കോപം വരുന്നുണ്ട്. മന്ത്രം ചോദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു റാമാണ് അതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത്. അത് പറഞ്ഞു വന്നപ്പോഴാണ് അതിൻ്റെ ഒരു വൈബ്രേഷൻ കൂടി വേണം എന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അടുത്ത ചക്രം, നാലാമത്തെ ചക്രം എന്ന് പറയുന്നത് അനാഹത ചക്രമാണ്. അനാഹത ചക്രത്തിന്റെ നിറം ഗ്രീനാണ്. പച്ചയാണ് നിറം. അതിൻ്റെ മന്ത്രം എന്ന് പറയുന്നത്, ശബ്ദം എന്ന് പറയുന്നത് യം ആണ്. യം എന്നുള്ളതാണ് അതിൻ്റെ ശബ്ദം. അതുപോലെ തന്നെ ഇത് നിലനിൽക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തിലാണ് അത് നിലനിൽക്കുന്നത്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ സ്നേഹം, അടുപ്പം, കാരുണ്യം, വിശ്വാസം, ഇതെല്ലാം ഈ പറയുന്ന
ചക്രയുമായിട്ട് ബന്ധപ്പെട്ട്, അനാഹത ചക്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ പറയാതെ തന്നെ, അനാഹത ചക്ര എന്തെങ്കിലും കാരണം കൊണ്ട് വീക്കാവുകയോ വേണ്ട വിധത്തിൽ ഈ പറയുന്ന ഊർജ പ്രസരണം നടക്കാതിരിക്കുകയോ ചെയ്താൽ ഇതിനെല്ലാം വിരുദ്ധമായിട്ട് സംഭവിക്കും. സ്നേഹം, കരുണ, ദയ, ഇതൊക്കെ വിട്ടുപോകും. ഇതൊക്കെ നിങ്ങളെ വിട്ടു പോകാൻ തുടങ്ങും. മാത്രമല്ല, ഇത് വിട്ടുപോകുമ്പോൾ വേറെ ഒരു പ്രശ്നമുണ്ട്. വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്നവർക്ക് അറിയാം, നമ്മളിൽ നിന്ന് ഏത് വൈബ്രേഷൻ ആണോ പുറത്തേക്ക് പോകുന്നത്, ആ വിധത്തിലുള്ള വൈബ്രേഷൻസ് തന്നെയായിരിക്കും, വൈബ്രേഷൻസ് ആൻഡ് വ്യക്തികൾ, സാഹചര്യങ്ങൾ തന്നെയായിരിക്കും നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ മനസ്സിലായോ? നിങ്ങളിൽ നിന്ന് സ്നേഹവും അടുപ്പവും കാരുണ്യവും വിശ്വാസവും ഒക്കെ പോവുക മീൻസ് തിരിച്ചിങ്ങോട്ട് വരുന്നതും അത് തന്നെയായിരിക്കും. ഇതൊന്നുമില്ലാത്ത അവസ്ഥ, സ്നേഹം കിട്ടാത്ത അവസ്ഥ, വിശ്വാസക്കുറവ്, അവിശ്വാസം സംഭവിക്കുന്ന അവസ്ഥ, കാരുണ്യം, ദയ ആരും നമ്മളോട് കാണിക്കാത്ത അവസ്ഥ, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലുണ്ട്. മാത്രമല്ല, ഈ പറയുന്നത് പോലെ അനാഹത ചക്ര വീക്കാവുക ആണ് എങ്കിൽ, വേണ്ട വിധത്തിൽ അത് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, അവിടെയും ഉത്കണ്ഠയും വിഷാദവും ഒക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. വരാനുള്ള സാഹചര്യമുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് തന്നെ പറഞ്ഞു, അവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. വിശ്വാസമില്ലായ്മ, സ്നേഹമില്ലായ്മ, ഇതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്റ്റാ ഉത്കണ്ഠ, ഭയം തുടങ്ങിയ കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ട്? എൻ്റെ പോയിന്റ് മനസ്സിലായോ? സ്വയം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക. ഇതിലെ ഏതൊക്കെ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥകളെ റിക്കവർ ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് നോക്കിക്കോ. അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് യം ആണ്. യം ആണ് അതിൻ്റെ ശബ്ദം. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? മിക്കവാറും എല്ലാത്തിൻ്റെയും അവസാനം, എല്ലാ ശബ്ദങ്ങളുടെയും അവസാനം ആണ്. ഈ പറയുന്ന ശബ്ദങ്ങളുടെ എല്ലാം ഈ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞൊരു വൈബ്രേഷനാണ്. ഒരു ശരിക്കും ഇവിടെ പറയേണ്ടതല്ല, എങ്കിലും മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഈ സ്പിരിച്വൽ പ്രാക്ടീസസിലെ ഭ്രമരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. ഭ്രമരി എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ ആ മൂളുന്ന ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭ്രമരി. അപ്പൊ ഇങ്ങനെ ഒരു വണ്ട് മൂളുന്ന ശബ്ദം. ആ വണ്ട് മൂളുന്ന ശബ്ദം ശരിക്കും ഈ സഹസ്രാര വരെ ഒരു വൈബ്രേഷൻ നമ്മളിൽ ഉണ്ടാക്കുക. ആ വൈബ്രേഷനാണ് ഈ പറയുന്ന വിധത്തിലുള്ള ഉണർവുകൾക്ക് ഒരു കാരണമായി തീരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കാരണമായി തീരുന്നത് ഈ പറയുന്ന വൈബ്രേഷനാണ്. ഈ പറയുന്ന വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ് ഈ പറയുന്ന എന്ന് പറയുന്ന ശബ്ദം. അപ്പോൾ ഈ രണ്ട് ശബ്ദങ്ങളുടെയും കൃത്യമായിട്ടുള്ള സമന്വയത്തിലൂടെയാണ് ഈ ഉണർവുകളെല്ലാം അവിടെ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? ഇടയ്ക്കൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ മ്യൂട്ട് മാറ്റാത്തത് ഇതിനിടയിൽ വേറെ ശബ്ദങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കമൻറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചക്ര വിശുദ്ധ. വിശുദ്ധ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിറം നീല നിറമാണ്. അതിൻ്റെ ശബ്ദം ഹം ആണ്. വിശുദ്ധ ചക്രത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഹം ആണ്. നിറം നീലയാണ്. ഇനി അതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്താണ്. തൈറോയിഡിനും തൊണ്ടയുടെയും ഇടയിലാണ് ഈ വിശുദ്ധ ചക്രത്തിൻ്റെ സ്ഥാനം. എനർജി കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ആരോ ചോദിക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഈ വിശുദ്ധ ചക്രം ഡീആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീക്കായി കഴിഞ്ഞാൽ, ഡീആക്റ്റീവ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, വീക്കായി കഴിഞ്ഞാൽ പൊതുവിൽ ഭീരുത്വം തുടങ്ങിയ പ്രതികൂല ഭാവങ്ങൾ വ്യക്തികളിൽ ഉണ്ടാകാൻ തുടങ്ങും. ഭീരുത്വം എന്ന് പറയാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ചും കൂടി എക്സ്ട്രീം ലെവലായിരിക്കും. എല്ലാത്തിനോടും ഭയം, അതുപോലെ തന്നെ ബലഹീനത എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ബലഹീനത മാത്രമല്ല, മാനസികവും വൈകാരികവുമായിട്ടുള്ള ബലഹീനത വരും. മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ബലഹീനതയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് ഭയം.
ഒന്നിലേക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ഭയം, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ, ഒരു ക്ലയൻറ്റിനെ കാണാൻ പോകാൻ ഭയം, തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയം, ഇങ്ങനെ എല്ലാത്തിനും, വേണ്ടതിനും വേണ്ടാത്തിനും എല്ലാം ഭയം എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് കോപ്പുകുത്താൻ തുടങ്ങും. അതുപോലെ ഈ പറയുന്ന വിശുദ്ധ ചക്ര ആക്റ്റീവ് ആണ് എങ്കിൽ ഈ പറഞ്ഞ പ്രതികൂലമായിട്ടുള്ള വികാര വിചാരങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം മാറ്റമുണ്ടാകും, അനുകൂല ഭാവം കൈവരും. അതോടൊപ്പം തന്നെ സർഗാത്മകത വർദ്ധിക്കും. സർഗാത്മകതയും സംതൃപ്തിയും വർദ്ധിക്കും. സർഗാത്മകത പ്ലസ് സംതൃപ്തി അവിടെ വർദ്ധിക്കും. നോക്കൂ, ഈ പറയുന്ന വിശുദ്ധ ചക്ര ആക്റ്റീവായി കഴിഞ്ഞാൽ ഒരു വ്യക്തിയിലെ എന്തെല്ലാം ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നേരത്തെ പറഞ്ഞ പ്രതികൂല ഭാവങ്ങളുടെ എല്ലാം ഭീരുത്വം എന്ന് പറയാൻ അതിൻ്റെ ധൈര്യം, എന്തും ധൈര്യത്തോടു കൂടി ചെയ്യാനുള്ള കഴിവ്. ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻ്റർവ്യൂ, ഒരു ക്ലയൻറ്റിനെ കാണാനാണെങ്കിൽ ക്ലയൻറ്റിനെ കാണാൻ, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് തുടങ്ങാൻ, എന്തും ധൈര്യമായിട്ട് ചെയ്യാനുള്ള, മുന്നോട്ട് പോകാനുള്ള മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള കഴിവ് അതിലൂടെ കൈവരും, മനോഭാവം കൈവരും. സർഗാത്മകതയും സംതൃപ്തിയും അവിടെ കൈവരും. ഇതിലെവിടെയെങ്കിലുമൊക്കെ പിന്നോട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ചക്രയിലേക്ക് പോകാം. ആജ്ഞാചക്ര. ആജ്ഞാചക്രയുടെ നിറം എന്ന് പറയുന്നത് ഇൻഡിഗോ ആണ്. ഇൻഡിഗോ ആണ് ആജ്ഞാചക്രയുടെ നിറം. ആജ്ഞയുടെ ശബ്ദം എന്ന് പറയുന്നത് ഓം ആണ്. ഓം. ഓം എന്ന് പറയുന്ന ജപവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരിക്കും നമ്മുടെ വയറിൻ്റെ അടിഭാഗത്ത് നിന്ന്, അടിവയറിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ എന്ന് പറഞ്ഞ ഏകദേശം വരും. ഇതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള, അല്ലാതെ വെറുതെ ഒരു ശബ്ദമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അത് പറയുന്നതിൽ കാര്യമില്ല. മറിച്ച് ആ വൈബ്രേഷൻ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കണം. ആ വൈബ്രേഷൻ കൂടി ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ മന്ത്രത്തിന് അർത്ഥം, മന്ത്രത്തിന് ഗുണമുണ്ടാകൂ. അതല്ലെങ്കിൽ അത് വെറും ഒരു ശബ്ദത്തിൽ ഒതുങ്ങിപ്പോകും. ആജ്ഞയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുരിക മധ്യമാണ്. നമ്മൾ ഈ തേർഡ് ഐ എന്നൊക്കെ പറയുന്നില്ലേ, ഇവിടെയാണ് ആജ്ഞയുടെ ലൊക്കേഷൻ, ആജ്ഞാചക്രയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആജ്ഞാചക്ര ശരിക്കും ഉൾക്കാഴ്ച, ബുദ്ധി, ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്രമാണ്. ബുദ്ധി, ഉൾക്കാഴ്ച, ഇതിൻ്റെ എല്ലാം കേന്ദ്രമാണ്. സ്വാഭാവികമായിട്ടും ആജ്ഞ വീക്കായി കഴിഞ്ഞാൽ ഉൾക്കാഴ്ചകൾ കുറയും, ഉൾക്കാഴ്ച കുറയും. അതുപോലെ തന്നെ ആത്മവിശ്വാസം കുറയും. വിജയിക്കാൻ ഭയം തോന്നും. സാധാരണ ഇതിൽ തോൽക്കാനാ ഭയം ഉണ്ടാവുക, തോൽക്കുന്നതിനെ കുറിച്ചാ ഭയം. പക്ഷെ ആജ്ഞാചക്ര വീക്കായി കഴിഞ്ഞാൽ വിജയത്തെ കൂടി ഭയക്കാൻ തുടങ്ങും. പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇവിടുന്ന് താമസം മാറി ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോവില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത വരും. അതുപോലെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നല്ല മെച്ചപ്പെട്ട ഒരു കോഴ്സിന് അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു കോളേജിൽ ചേരാനുള്ള സാഹചര്യം ലഭിക്കുമ്പോൾ അവർക്ക് അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്ഥിരമായിട്ടുള്ള തലവേദന, മറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ കാഴ്ച മങ്ങിപ്പോകുന്നത്, കണ്ണിൻ്റെ പ്രയാസങ്ങൾ, കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം കണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ കാഴ്ച മങ്ങുന്ന മാത്രമല്ല, മറ്റ് അസ്വസ്ഥതകൾ, അനാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള കാരണമൊന്നുമില്ലാത്ത പെയിൻ തുടങ്ങിയ കാരണങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഈ ആജ്ഞാചക്ര വീക്കായി പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, ആജ്ഞാചക്ര ഒന്ന് ആക്റ്റീവായി വെക്കാൻ പറ്റിയാൽ, ഒന്ന് ആരോഗ്യകരമായിട്ട് വെക്കാൻ പറ്റിയാൽ എത്രമാത്രം ഗംഭീരമായിരിക്കും, അതിഗംഭീരമായിരിക്കും. അതുപോലെ ഇതിനെല്ലാം അപ്പുറം ആത്മീയമായിട്ടുള്ള ഉണർവും ഉൾക്കാഴ്ചയും ആജ്ഞയുടെ ആക്ടിവേഷനിലൂടെ, ആജ്ഞ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ഗംഭീരമായിട്ട് അവിടെ സംഭവിക്കും. അത് വളരെ അനുഗ്രഹീതമായിട്ടുള്ള അവസ്ഥകളിലേക്ക്, പ്രാപഞ്ചിക അനുഗ്രഹം എന്ന് വേണമെങ്കിൽ അതേക്കുറിച്ച് പറയാം, പ്രാപഞ്ചിക അനുഗ്രഹം എന്ന് വേണമെങ്കിൽ അതേക്കുറിച്ച് പറയാം. അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, ഒരു കാര്യം കൂടി പറയാം. ഈ എനർജി നമ്മൾ അബ്സോർവ് ചെയ്യുന്നത് പോലെ, പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെ
നമ്മൾ ഓൾറെഡി ഉള്ള എനർജി, പ്രപഞ്ചത്തിൽ നിന്ന് എടുത്ത എനർജി, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലൂടെ വളർത്തിയിരിക്കുന്ന എനർജി, ഇതൊക്കെ മറ്റു വ്യക്തികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, മറ്റു വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കാനും പറ്റും. ശരിക്കും ഒരു വ്യക്തി, നമ്മുടെ ഒരു ആത്മീയ ആചാര്യൻ അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉയർന്ന ഒരു വ്യക്തി നമ്മുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണെങ്കിലും ശരി, നേരിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുകയാണെങ്കിലും ശരി, അത് ഈ എനർജി ഇവിടെ നിന്ന് നമ്മളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇവിടെ നെറുകയിൽ കൈവച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്നില്ലേ, നെറുകയിൽ കൈവച്ച് ഇങ്ങനെ അനുഗ്രഹിക്കുന്നില്ലേ, അവിടെ ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് വരുന്ന അവരുടെ എനർജി ഈ മൂർധാവിലേക്ക്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വയർലെസ് ചാർജിങ്, നിങ്ങളുടെ ഫോണിനൊക്കെ വയർലെസ് ചാർജിങ് ഇല്ലേ, അതാണ് അവിടെ വരുന്നത്. ആ ചാർജിങ് പോയിന്റിലേക്ക് കറക്റ്റ് നമ്മുടെ ഫോൺ വെക്കുമ്പോൾ ഫോൺ ചാർജ് ആകാൻ തുടങ്ങും. ഈ സംഗതി അവിടെ സംഭവിക്കുന്നത്. അത്ര നല്ല നല്ല സ്പിരിച്വാലിറ്റി ഉള്ള വ്യക്തികൾ ജസ്റ്റ് ഒന്ന് സ്പർശിക്കുമ്പോൾ തന്നെ പലപ്പോഴും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ആ എനർജി പാസ് ചെയ്യുന്ന അറിയാൻ പറ്റും. ചിലപ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന ഒരു പ്രതീതി അവിടെ അനുഭവിക്കാൻ പറ്റും. അത് പോകുന്ന വഴിക്കൊന്ന് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സഹസ്രാരെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാനുള്ളത് സഹസ്രാരെ കുറിച്ചാണ്. സഹസ്രാരയുടെ നിറം, 7ാമത്തെ ചക്രമാണ് സഹസ്രാര. സഹസ്രാരയുടെ നിറം വയലറ്റ് ആണ്. ആജ്ഞയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അടുത്ത സഹസ്രാരയിലേക്ക് പോവാണ്. സഹസ്രാരയുടെ നിറം വയലറ്റ് ആണ്. അതിൻ്റെ സ്ഥാനം ഇവിടെയാണ്, മൂർധാവിലാണ് അതിൻ്റെ സ്ഥാനം. സഹസ്രാരയുടെ ശബ്ദം അഥവാ മന്ത്രം എന്ന് പറയുന്നത് ഓം ആണ്. ഓം, ഓം എന്നും പറയും. ചില സാഹചര്യങ്ങളിൽ അതിനെ ഔം എന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. ഔം, ഔ, ഔ, ഔന്നത്യം എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഓം. മറ്റത് ഓം, ഇത് ഔം പറഞ്ഞു കേൾക്കാം. സഹസ്രാര നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയതയുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉള്ള ഒരു വാതിലായിട്ടാണ്, ഒരു കിളിവാതിലായിട്ടാണ് അതിനെ കരുതുന്നത്. അതായത് ശരിക്കും കോസ്മിക് എനർജി, കോസ്മിക്കിൽ നിന്ന് നേരിട്ട് പതിക്കേണ്ടുന്ന ഒരിടം കൂടിയാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. കുട്ടികളിലും ചിലപ്പോൾ മുതിർന്നവരിലുമൊക്കെ നിങ്ങൾ ഇവിടെ ഒന്ന് കൈവച്ച് നോക്കിയാൽ, നെറുകയിൽ ഈ ഭാഗത്ത്, നെറുക എന്ന് തന്നെയാണെന്ന് പറയുന്നത് എനിക്ക് അറിയില്ല, കൈവച്ച് നോക്കിയാൽ അവിടെ ഒരു സ്പന്ദനം, ഒരു മിടിപ്പ് മിക്കവാറും ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ അത് ഈ കോസ്മിക് എനർജി കുറച്ച് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്ന, കൂടുതലായിട്ട് റിസീവ് ചെയ്യുന്നതാണ് എന്നുള്ള വിശകലനം ചിലയിടങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗവേഷണ ബുദ്ധിയോടുകൂടി ആ ഇടത്തേക്ക്, ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, അത് കുട്ടികളും സ്പിരിച്വാലിറ്റിയും അല്ലെങ്കിൽ കുട്ടികളും ഈ പറയുന്ന കോസ്മിക് കണക്ഷനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ചില വസ്തുതകൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഈ സഹസ്രാര ബ്ലോക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ വീക്കാണെങ്കിൽ വിഷാദം, നിരാശ, അതുപോലെ തന്നെ വിനാശകരമായിട്ടുള്ള വികാരങ്ങൾ, അതായത് അവനവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിലുള്ള വിചാരങ്ങൾ, അതായത് മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാനുള്ള ടെൻഡൻസി, ഇതെല്ലാം അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് വരാം. അപ്പൊ നോക്കുക, ഈ സഹസ്രാര കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൃത്യമായിട്ട് ആ ഊർജ പ്രസരണവും നടക്കുകയാണെങ്കിൽ, സ്വീകരണവും പ്രസരണവും നടക്കുകയാണെങ്കിൽ എത്ര ഗംഭീരമായിരിക്കും. ചിന്തകളും പ്രവൃത്തികളും ഒക്കെ ഏറ്റവും മനോഹരമായിരിക്കും. അതുപോലെ വളരെ ശാന്തമായിട്ടുള്ള, വളരെ സന്തോഷകരമായ അവസ്ഥയിൽ നിലനിൽക്കാൻ വ്യക്തികൾക്ക് സാധിക്കും, അതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സ്പിരിച്വാലിറ്റിയെ, ആത്മീയതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മീയമായിട്ടുള്ള ഉയർച്ച, അതുപോലെ ആന്തരിക സമാധാനം, ലോകത്തെക്കുറിച്ചുള്ള, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, ഉൾക്കാഴ്ച, ഇതെല്ലാം വളരെ വർദ്ധിച്ച അവസ്ഥയിലായിരിക്കും. സഹസ്രാര കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ, കൃത്യമായിട്ട് ഈ എനർജി ഫ്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ വ്യക്തികളിൽ വരുന്ന മാറ്റം, അതായത് ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ഉയർച്ച പ്രാപിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സഹസ്രാര വളരെ ആക്റ്റീവായിരിക്കും. നിങ്ങൾ ചില
ചൈതന്യമുള്ള വ്യക്തികൾ, അത് ഗുരുക്കന്മാരുടെ ഫോട്ടോകൾ, ദേവീദേവന്മാരുടെ ഫോട്ടോകൾ ഒക്കെ നോക്കുന്ന സമയത്ത് തലയുടെ ചുറ്റും ഇങ്ങനെ ഒരു പ്രകാശം കാണുന്നില്ല. അതിനെ ഓറ എന്നാ പറയുക. ഓറ എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചിക ഊർജം തന്നെയാണ്. അത് സഹസ്രാര ശരിക്കും എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന, പ്രപഞ്ചവുമായിട്ട് അത്ര ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഊർജ വികരണത്തിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ കൂടിയാണ് ആ ചിത്രങ്ങളിൽ, ഈ വിധത്തിലുള്ള ചിത്രങ്ങളിൽ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചക്രകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിൽ ആക്ടിവേഷന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിനും മാർഗം ധ്യാനം തന്നെയാണ്. ഏറ്റവും ലളിതമായിട്ട്, വളരെ ഏറ്റവും ലളിതമായിട്ട്, പ്രാഥമികമായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിനെ ശാന്തമാക്കി ധ്യാനാത്മകമായിട്ടിരുന്നു കൊണ്ട് അതാത് ചക്രകളുടെ ഭാഗം മനസ്സിൽ സങ്കല്പിക്കുക, അതാത് ചക്രകളുടെ നിറം അവിടെ കൊണ്ടുവരിക, അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇമേജ് അവിടെ സങ്കല്പിക്കുക. അതിനുശേഷം ആ ഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഭാഗം ഈ നിറത്താൽ കൂടുതൽ പ്രകാശമാനമാകുന്നത്, കൂടുതൽ തെളിയുന്നത് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതാത് ചക്രകളുടെ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. അധികമൊന്നും വേണ്ട. സാധാരണഗതിയിൽ ശരാശരി ഒരു 2 മിനിറ്റൊക്കെ ഈ വിധത്തിൽ തുടരുക എന്നുള്ളതാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഏതൊരു കാര്യത്തിനും ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് ഇഫക്റ്റും ഉണ്ട് എന്ന് പറയുന്നത് പോലെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ഒരു റേഡിയോ പൊട്ടലും ചീറ്റലും അല്ലെങ്കിൽ വളരെ ശബ്ദം കുറച്ചിട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പരമാവധി ശബ്ദത്തിലൊക്കെ വെക്കും. പെട്ടെന്നൊരു ദിവസം ഇത് വളരെ ക്ലിയർ ആയിട്ട് നല്ല ശബ്ദത്തിൽ അങ്ങ് പാടാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പൊട്ടലും ബഹളവും ശബ്ദം കുറച്ചിട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അങ്ങ് ശബ്ദം കൂട്ടി പാടാൻ തുടങ്ങിയാലോ, പെട്ടെന്ന് ഞെട്ടലുണ്ടാവില്ലേ? ഇതെന്താ സംഭവിക്കുന്നത് നോക്കില്ലേ? അതുപോലെ ഒരു കാര്യം ഇവിടെയും സംഭവിക്കാനിടയുണ്ട്. കാരണം ഈ ചക്രാസ് നോർമലി അല്ലെങ്കിൽ ബിലോ ആവറേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്ന മാതിരി മറ്റൊരവസ്ഥയിലേക്ക് വന്നാൽ ആ വ്യക്തിക്ക് തന്നെ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല, അയാളുടെ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റില്ല. 1. 2, അയാളുടെ ഒപ്പമുള്ളവർക്ക് ഇയാളിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം, ചിന്ത, പ്രവൃത്തികൾ, വികാര വിചാരങ്ങൾ, ഇതൊന്നും ചുറ്റുപാടുമുള്ളവർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പൊ അവര് നിങ്ങളുടെ മാനസിക അവസ്ഥ താളം തെറ്റിയതായിട്ട് അവർ വിചാരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ആ വിധത്തിൽ ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ, അതുകൊണ്ടാണ് കൂടുതൽ ആഴത്തിൽ പറയാത്തത്. 1. 2, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ശരിക്കും പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് പ്രാപഞ്ചികമായിട്ടുള്ള പല അറിവുകളും കഴിവുകളും നമുക്ക് ലഭിക്കും, അതിലൂടെയെല്ലാം നമ്മൾ കടന്നു പോകും, അതിനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും വളരെ മങ്ങിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് പെട്ടെന്ന് ആളിക്കത്താൻ തുടങ്ങിയാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. 1. 2, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ അറിവുകളും പുതിയ കാഴ്ചപ്പാടുകളുമുണ്ട്. ഇത് ഒരു പക്ഷേ ചില വ്യക്തികളെയെങ്കിലും ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ അപകടങ്ങളും കൂടി പറയണം. അതുകൊണ്ടാണ് പറയുന്നത്, ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. ചിലപ്പോ ഈ ഭ്രാന്തമായ അവസ്ഥ എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഊർജപ്രവാഹം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. നേരത്തെ പറഞ്ഞ നല്ല ഉറക്കം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഉറക്കം എന്തിനാ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്? ഈ പറഞ്ഞ മാതിരി ചാർജ് ആകാൻ. പക്ഷെ ഈ മെഡിറ്റേഷനിലൂടെ തന്നെ നിങ്ങൾ നല്ല ചാർജ് ആകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉറക്കം നഷ്ടപ്പെട്ടേക്കാം. ഞാൻ പൊതുവിൽ പറയാറുണ്ട്, ഗൈഡഡ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളോട് രാത്രി അത് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ചില മെഡിറ്റേഷൻസ് രാത്രി ചെയ്യരുതെന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്താ? രാത്രി ചെയ്യുമ്പോൾ നോർമലി ആക്റ്റീവ് ആകും, നല്ല എനർജറ്റിക് ആകും. അപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഉറക്കം ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും അത് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഒരു ശരാശരി വ്യക്തി പെട്ടെന്നുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ ഒരു പക്ഷേ താൽക്കാലികമായിട്ടാണെങ്കിലും ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. മാത്രമല്ല, അത്തരം അസ്വസ്ഥതകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് ചില ആശയക്കുഴപ്പങ്ങളും ചില സന്ദേഹങ്ങളൊക്കെ ഉണ്ടാകും. അത് പരിഹരിച്ചു തരാൻ ഉചിതമായിട്ടുള്ള ഒരാൾ കൂടി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ, ഗുരുസ്ഥാനത്ത് ഒരു വ്യക്തി കൂടി ഇല്ല എങ്കിൽ ചിലപ്പോ
കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അത്തരം ഒത്തിരി പേര് വിളിക്കാറുണ്ട്. ഈ യൂട്യൂബിൽ കണ്ടിട്ട് പലതും പ്രാക്ടീസ് ചെയ്തിട്ട് ഇതുപോലെയുള്ള അവസ്ഥകളിലെത്തിയ ആളുകൾ, അതുപോലെ തന്നെ ചില ഓൺലൈൻ ഷോർട്ട് ടൈം കോഴ്സുകൾക്കൊക്കെ ചേർന്നിട്ട് ഇതുപോലെയുള്ള അവസ്ഥകളിലെത്തിയവർ തിരിച്ചങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ മാർഗമില്ല, യൂട്യൂബിൽ കോൺടാക്ട് ചെയ്യാൻ മാർഗമില്ല. അതുപോലെ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇതുപോലെയുള്ള അവസ്ഥകളിലെത്തിയവർ, ഇങ്ങനെയൊക്കെ ചില ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അടിവരയിട്ട് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഇത്രയൊക്കെയാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷത്തിൽ പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചോദിച്ചോളൂ. വെള്ളം കുടിച്ചോട്ടെ, ചോദിച്ചോളൂ. സാർ, ഇത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉചിതമായ സമയം? ഇത് പ്രാക്ടീസ് എത്ര ചെയ്യാനും ടൈം ചെയ്യണം? ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം രാവിലെയാണ്. കാരണം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, രാവിലെ നമ്മളും മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഏകദേശം സംഭവിച്ച അവസ്ഥയിലായിരിക്കും, സ്വീകരിക്കാൻ പ്രാപ്തമായ അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ പ്രാപഞ്ചികമായിട്ട് നോക്കിയാലും ആ സമയത്ത് ഊർജ്ജ പ്രസരണം താരതമ്യേന കൂടുതലായിരിക്കും. മറ്റെന്തെങ്കിലും? ഇത് എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്താൽ അത് വ്യക്തികൾക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും. നോർമലി ഒരാൾ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുന്നതാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അറ്റ് എ ടൈം ചെയ്യാതെ ഓരോരോ ചക്രാസായിട്ട് ഒച്ച ഉണ്ടാക്കല്ലേ, ഓരോരോ ചക്രാസായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അതായത് ഒരു 1 വീക്ക് 2 വീക്ക് ഒരേ ചക്ര തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, പിന്നെ അടുത്ത ചക്ര, ഈ ചക്രയും അടുത്തതും കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ഡെവലപ്പ് ആയി കൊണ്ടുവരുന്നതാണ് ഏറ്റവും ഉചിതം. മറ്റെന്തെങ്കിലും? സാറേ, ഒരു സംശയം. പറയൂ. ഈ മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് വല്ല പ്രിപ്പറേറ്ററി ആയിട്ട് വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഏതൊരു പ്രവൃത്തി, അത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ മറ്റൊരു കാര്യമായിക്കോട്ടെ, ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ എന്തിനിത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതല്ലാതെ നിങ്ങൾ ഈ 1 മണിക്കൂർ വെബിനാർ കേട്ടതിൻ്റെ മുകളിലോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ സംഭവിച്ചു എന്ന് കേട്ടതിൻ്റെ മുകളിലോ ചെയ്താലുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വെബിനാറിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ആരംഭശൂരത്വത്തിൽ അത് അവസാനിച്ചു പോകും. 1 ആഴ്ചയോ 2 ആഴ്ചയോ ചെയ്യും, പിന്നെ സമയമില്ല, ജോലിക്ക് പോകാൻ തിരക്കായി, അതിന് തിരക്കായി, ഇതിന് തിരക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകും. അപ്പോൾ അതിനു മുമ്പ് എന്തിന് ഞാനിത് ചെയ്യണം എന്നുള്ളതിന് അവനവന് തന്നെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. അതിനുശേഷം മാത്രം ചെയ്യുക. അവിടെ ശാരീരികമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ വേണമെങ്കിൽ ചെയ്യാം, മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണമെങ്കിൽ ചെയ്യാം. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിത് ചെയ്യണം എന്നുള്ള നല്ല ഇതിലായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതിരിക്കാം. അപ്പൊ ക്ഷീണം വന്നു പോവുക. നമുക്ക് അതിനോടൊരു എന്താ പറയാ, ഒരു എന്തോ ഒരു വിമുഖത തോന്നാനുമുള്ള കാരണം ഇത് തന്നെയാണ്. ഓൾറെഡി സംഭവിച്ചിരിക്കുന്ന ബ്ലോക്ക് തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഓരോന്നിന്റെയും പറഞ്ഞു വരുന്ന സമയത്ത് പറഞ്ഞല്ലോ, വിമുഖത തോന്നാനുള്ള കാരണവും ഇത് തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ കുറേശ്ശെ ചെയ്യുക. ഇപ്പൊ 1 മിനിറ്റ് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അപ്പോൾ ഭയങ്കര തളർച്ച വന്നു. ഇത് ചെയ്താൽ മതി 1 by 1 ആയിട്ട് 1 മിനിറ്റോ 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൽ ചുവടെ ചെയ്ത് വന്നാൽ മതി. മൂലാധാരം മുതൽ ചെയ്ത് വന്നാൽ മതി. അതിനുള്ളൊരു മാർഗമുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം കേട്ടോ. സിംപിളി സഹസ്രാര ചക്രമൊക്കെ ശരിക്കും ആക്ടിവേറ്റ് ആണ്. സ്റ്റാർട്ടിങ് മുതൽ വരൂ, റൂട്ട് മുതൽ വരൂ. ഈ മൂലാധാര പൊതുവെ റൂട്ട് ചക്ര എന്ന് പറയാറുണ്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ വേര് മുതൽ വരും. ശരി, സ്റ്റാർട്ടിങ് മൂലാധാര എന്തോ ക്ലിയർ ആവുന്നില്ല. മഹർഷിന്റെ പറഞ്ഞില്ലായിരുന്നു, പതഞ്ജലി മഹർഷി. എനിക്കൊരു സംശയമുണ്ട്. പറയൂ. പിന്നെ മന്ത്രം എന്ന് പറഞ്ഞതേ
അക്ഷരങ്ങളല്ലേ അങ്ങനെ പറഞ്ഞു അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണ് അക്ഷരങ്ങളാണ്. ആ അത് തന്നെയാണോ അത് തന്നെയാണോ ചോദിക്കാനുള്ളത്? അതെ അതെ അതെ, അക്ഷരങ്ങളാണ്. പറഞ്ഞതുകൊണ്ട് മന്ത്രങ്ങൾ പല വിധത്തിലുണ്ട്. ഏകാക്ഷര മന്ത്രമുണ്ട്, പഞ്ചാക്ഷര മന്ത്രമുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള മന്ത്രങ്ങളും ഉണ്ട് കേട്ടോ. ശരി. സാറേ, ആ ആ മണിപ്പൂർ ചക്രത്തിന്റെ അനാഥചക്രത്തിന്റെ നിറം എന്ന് പറഞ്ഞാട്ട് സാറേ. ക്ലിയർ ആയിട്ടില്ല. മണിപ്പൂർ ചക്രത്തിന്റെ അനാഥചക്രത്തിന്റെ മണിപ്പൂർ മഞ്ഞ, അനാഹത പച്ച. മറ്റെന്തെങ്കിലും? മഞ്ഞ പച്ച. ഓക്കെ. മറ്റെന്തെങ്കിലും? ഒരു സംശയം സാർ. ഞാൻ ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് ചക്ര മെഡിറ്റേഷൻ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു ഇൻട്രോ ആയിട്ടൊന്നും കരുതണ്ട, പോകുന്ന വഴിക്ക് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഓൾറെഡി അതിൻ്റെ ആൾക്കാരൊക്കെ ആയിക്കഴിഞ്ഞു. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് താല്പര്യത്തോടു കൂടി വൈകിയ വേളയിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. ഒരു ഓൺലൈൻ കോഴ്സ് ചക്ര മെഡിറ്റേഷൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബേസിക് മുതൽ വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഓരോ ചക്രത്തിനും കൃത്യമായിട്ടുള്ള ആകൃതിയുണ്ട്. അതുപോലെ അതിൻ്റെ കൂടുതൽ ആഴത്തിൽ ചെയ്യാൻ, കൂടുതൽ പെട്ടെന്ന് ആക്റ്റീവാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായിട്ട് ആക്റ്റീവാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില യോഗാസനങ്ങളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്, 2 മാസത്തെ കാലാവധിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ വെബിനാറുകൾ തന്നെയാണ്, ലൈവ് വെബിനാറുകൾ തന്നെയാണ്. ബട്ട് അത് രാവിലെ ആയിരിക്കും. രാവിലെ ആഴ്ചയിൽ ഒരു ദിവസം, മിക്കവാറും വ്യാഴാഴ്ചയായിരിക്കും. വ്യാഴാഴ്ചകളിൽ രാവിലെ ഒരു 5:30 മുതൽ 6:15 വരെ ഉള്ള സമയത്ത് 3/4 മണിക്കൂർ, അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലും. അപ്പോൾ ടോട്ടൽ 8 ക്ലാസ്സാണ് ഏറ്റവും മിനിമം ഉണ്ടാകുന്നത്. പിന്നെ ചിലപ്പോൾ കുറച്ചുകൂടി നീണ്ടു പോയേക്കാം, എപ്പോൾ കഴിയുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മിനിമം 8 ക്ലാസ് ഉണ്ടാകും. എപ്പോൾ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, പ്രാക്ടീസിലുള്ള പുരോഗതി, ഇതിനൊക്കെ അനുസരിച്ച് മാറും. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ വെബിനാറുകളാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിങ്ങനെയാണ് ഏകദേശം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ ഇന്ന് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ അതിൻ്റെ മറ്റ് ഭാഗങ്ങൾ മനസ്സിലാക്കുന്ന, നേരത്തെ പറഞ്ഞ അതിൻ്റെ ആകൃതി, അതിൻ്റെ പ്രാധാന്യം, മന്ത്രങ്ങളുടെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ, എന്തുകൊണ്ട് ആ നിറം വരുന്നു, എന്തുകൊണ്ട് അവിടെ ആ മന്ത്രം ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ വരും. അതിൻ്റെ കാരണം ഇതൊക്കെ നമ്മൾ കാര്യകാരണസഹിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ആഴത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. ആ വിധത്തിലായിരിക്കും. പിന്നീട് ഓരോ ആഴ്ചയും ഓരോരോ ചക്രാസിനെ കുറിച്ചും അതിൻ്റെ കൂടുതൽ, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങളും, അതിൻ്റെ മന്ത്രം, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ ആസനങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, പ്ലസ് അതിൻ്റെ പ്രാക്ടീസ് ലൈവായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു. അതിൻ്റെ മെഡിറ്റേഷൻ അടക്കം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നീട് ചെയ്യേണ്ടത് ആ ഒരാഴ്ച, അടുത്ത വ്യാഴാഴ്ച വരെ നിങ്ങൾ സ്ഥിരമായിട്ട് അത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അതിനടുത്ത ആഴ്ച 2ാമത്തെ ചക്രയിലേക്ക് വരും. അതിൻ്റെ ഇതുപോലെയുള്ള വിശദാംശങ്ങളും അതിൻ്റെ മെഡിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കും. എന്നിട്ട് ആ ഒരാഴ്ച ആദ്യത്തെ ചക്ര, 2ാമത്തെ ചക്ര, മൂലാധാര, സ്വാധിഷ്ഠാന, അങ്ങനെ ഓരോരോ ചക്രങ്ങളായിട്ട് കൂട്ടിക്കൂട്ടി ഈ 2 മാസത്തിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. മേ ബി കുറച്ചുകൂടി നീണ്ടു പോയേക്കാം, അതെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ നിയോഗങ്ങളനുസരിച്ച് ആയിരിക്കും ഉണ്ടാവുക. അതിനിടയിൽ ചിലപ്പോൾ ചിലരിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇനി കൂടുതൽ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കുറച്ച് പേര് ആയിക്കഴിഞ്ഞു, കൂടുതൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കോർഡിനേറ്ററുടെ നമ്പർ തരാം, ഒന്ന് വിളിക്കുക. 79941, ഒന്ന് എഴുതി വെച്ചോളൂ എല്ലാവരും. 79941 68611 68611 79941 68611. ഇത് ഒരു നമ്പറാണ്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ഈ നമ്പറിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പർ വേറെ ഉണ്ട്, 7736298611 7736298611. ഈ 2 നമ്പറുകളിൽ ഏതെങ്കിലും വിളിച്ചിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ലൈവ് വെബിനാർ പ്ലസ് റെക്കോർഡിങ്സ്
പ്ലസ് നമുക്ക് ഇതുപോലെയുള്ള നോർമൽ വെബിനാറുകൾ ഉണ്ടാകും. അതുപോലെ നമുക്കതിന് ഗ്രൂപ്പ് ഉണ്ടാകും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം. അതുപോലെ ഇടയ്ക്ക് ഗ്രൂപ്പ് മെഡിറ്റേഷനൊക്കെ വേണ്ടതുണ്ട്, എല്ലാവരും അതിന് തയ്യാറാണെങ്കിൽ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല എങ്കിലും പറയുക, സപ്പോസ് നമുക്ക് ഫിസിക്കലായിട്ട് തന്നെ മെഡിറ്റേഷൻസ് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നമുക്ക് ചിലപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ പറ്റിയേക്കാം. അത് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളതല്ല, അതൊക്കെ അപ് ടു യു. ഞാൻ അവൈലബിൾ ആണ്, വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതുവരെ ഇനി കൂടുതൽ എന്തെങ്കിലും ടൈമിംഗ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് 5:30 മുതൽ 6:15 വരെയാണ് ഇന്ത്യൻ ടൈം. അപ്പോൾ താങ്കൾക്ക് റെക്കോർഡിംഗ് ഉപയോഗിക്കാൻ പറ്റും, റെക്കോർഡിംഗ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഗ്രൂപ്പ് ഉണ്ടാകും, അങ്ങനെയാണ്. പക്ഷെ അവിടെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്ന, ഒരു നിമിഷം, റെക്കോർഡിംഗ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന മാതിരി ഇതെല്ലാം കൂടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ട് തീർക്കാനുള്ളതല്ല. അതാഴ്ച പ്രാക്ടീസ് ചെയ്യണം. ആ സമയം നിങ്ങൾക്ക് ഇന്നിപ്പോൾ വ്യാഴാഴ്ച ലൈവ് വെബിനാർ കഴിഞ്ഞു, ബട്ട് നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ റെക്കോർഡിംഗ് അപ്പോൾ ഉണ്ടാകും. അത് അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം, അന്ന് തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരാഴ്ച അങ്ങനെ പോകണം. പിന്നെ അതിലുണ്ടാകുന്ന സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം, അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കാം. പറയൂ. സജീവനാ, പറയൂ. നമ്മൾ മെഡിറ്റേഷനിലിരിക്കുന്ന പൊസിഷനെ പത്മാസനം തന്നെ ഇരിക്കുന്നുണ്ടോ? പത്മാസനമാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിന് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ചക്രാസ് എല്ലാം ഒരേ നിരയിൽ ഇങ്ങനെ വരും, അതുകൊണ്ടാണ്. ഇനി സാധാരണഗതിയിൽ ഇന്നത്തെ ആളുകളുടെ ജീവിത രീതിയും ശാരീരിക ഘടനയൊക്കെ അനുസരിച്ച് അതൊന്നും അത്ര എളുപ്പമല്ല. അപ്പോൾ മറ്റു മാർഗങ്ങളെ സ്വീകരിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ചക്ര മെഡിറ്റേഷന് കഴിയുന്നിടത്തോളം നേരെ ഇരിക്കുക. പത്മാസനം അല്ലെങ്കിൽ സോഫയിലാണെങ്കിൽ പോലും സ്ട്രെയിറ്റ് ഇരിക്കുക, അതന്നെ 90 ഡിഗ്രി. താങ്ക് യു. ഈ കളറേ, ഈ ഓരോ റെഡ്, ഓറഞ്ച് അങ്ങനെ കളറില്ലേ, ഈ കളർ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ബ്ലോക്ക് കൊണ്ടാണ് സാറേ. ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് ബ്ലോക്ക് കൊണ്ട് മാത്രമല്ല, അത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ടും വരാം. സൈക്കോളജിയിൽ ലേണിംഗ് മൊഡാലിറ്റീസ് എന്ന് പറയും, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അങ്ങനെ പ്രത്യേകതകൾ കൊണ്ട് വരാം. അവിടെ നമുക്ക് ചെയ്യാവുന്നത് ആ കളർ ഫ്രണ്ടിൽ വെച്ച് അതിനെ നോക്കി ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇതാ ഇപ്പോൾ എൻ്റെ പിന്നിൽ ഒരു ചിത്രം കാണുന്നില്ലേ, കണ്ടോ? അതുപോലെ ഒരു ചിത്രം വെച്ച് കാണുന്നില്ലേ? അതുപോലെ ഒരു ചിത്രം വെച്ചിട്ട് അത് നോക്കി ചെയ്യാം. ഓക്കെ, പറയൂ. പിന്നെ ഞാൻ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തിട്ടില്ല, എനിക്ക് അത് അറിയത്തുമില്ല. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സമയം അതിക്രമിക്കുന്നു, 10 മണിയാവാനായി. രണ്ടാമത്തെ കാര്യം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിലേക്ക് വേണ്ടി മാത്രം, മെഡിറ്റേഷന് വേണ്ടിയിട്ട് മാത്രം ആവശ്യമെങ്കിൽ നമുക്കൊരു വെബിനാർ ചെയ്യാം. ഇനി താങ്കൾക്ക് തൽക്കാലം വേണമെങ്കിൽ എൻ്റെ യൂട്യൂബിൽ പോയിട്ട് കോസ്മിക് മെഡിറ്റേഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അശോക് നാരായണൻ്റെ യൂട്യൂബ് ചാനലാണ്, അതിൽ പോയിട്ട് കോസ്മിക് മെഡിറ്റേഷൻ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ വരും. അതിന്ന് തുടങ്ങിക്കോളൂ കേട്ടോ. ശരി, താങ്ക് യു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം അതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ യൂട്യൂബിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ അതിൻ്റെ കുറേ നല്ല ധാരണകൾ കിട്ടും. കുറേ നല്ല ഗൈഡഡ് മെഡിറ്റേഷൻസ് അവിടെ ഉണ്ട്. കോസ്മിക് മെഡിറ്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് മെഡിറ്റേഷൻ ഉണ്ട്, വെൽത്ത് മെഡിറ്റേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ശരാശരി വ്യക്തിയുടെ ഒത്തിരി പരിവർത്തനങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് കാണും. അപ്പോൾ ഇന്നിപ്പോൾ ബുധനാഴ്ച അല്ലേ? ഈ ആഴ്ച ലാസ്റ്റിലോ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വേറെ വെബിനാറുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ അതിൻ്റെ എല്ലാം ഇൻഫർമേഷൻസ് ഉണ്ടാകും. കഴിയുന്നിടത്തോളം പങ്കെടുക്കും. അതുപോലെ നിങ്ങളുടെ പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പങ്കെടുക്കാൻ പറയും. താല്പര്യമുള്ള ഒരു വിഷയത്തോട് താല്പര്യമുള്ളവരോട് പങ്കെടുക്കാൻ പറയും. നമ്മുടെ ഗ്രൂപ്പുകളിൽ ചേർന്നാൽ മതി പങ്കെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാ ഗുരുനാഥന്മാരുടെയും പാദാരവിന്ദങ്ങളിൽ പ്രപഞ്ചബോധത്തിന് മുന്നിൽ സാഷ്ടാംഗ പ്രണമിച്ചുകൊണ്ട് മറ്റൊരു വിധിയിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം അശോക്. താങ്ക് യു. ഗുഡ് നൈറ്റ്.